Good evening, all. So, how are you all? How was your week? How was your week's activities? Fine, I know. Okay, what about the activities? Just a minute. I'm too good. I think Amina was absent last class. Alle, Amina? Last class ഉണ്ടായിരുന്നില്ലല്ലോ? Yes, okay. Yeah, സ്ഥിരം റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാർ ആബ്സെന്റ് ആവുന്ന സമയത്ത് നമ്മൾ വേഗം നോട്ട് ചെയ്യും. Okay. So, shall we begin? Today we are having week 7's live session. Today we'll be looking into developing writing skills and focusing on structuring, persuasion, and editing. Okay, so shall we begin? Yes, Midlaj is here. Midlaj എപ്പോഴും interact ചെയ്യുന്ന ആളാണ്. Okay. So just give me an idea. How many activities did you do in the last week? 5 on 7, 6 on 6, 6 on 7. 7 good. Last week's activities എല്ലാം ഒരു ഇത്രയും കൂടെ ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു അല്ലേ? മേ ബി ബിക്കോസ് ബാക്കി എല്ലാപ്പോഴും നിങ്ങൾക്ക് ചൂസ് ദ കറക്റ്റ് ആൻസറും ഫിൽ ഇൻ ദി ബ്ലാങ്ക്സും ആയിരുന്നു. പക്ഷെ ലാസ്റ്റ് വീക്ക് എല്ലാം നിങ്ങൾ സ്വന്തമായി എഴുതേണ്ടതായിരുന്നു. ഓക്കെ, ഫ്യൂ ഓഫ് യു ഹാസ് ഡൺ ഇറ്റ് ഓൾ. വാട്ട് അബൌട്ട് അതേഴ്സ്? ബാക്കിയുള്ളവരോ? ഇവിടെ ഇങ്ങനെ 1 on 7, 2 on 7 ഒന്നും ചെയ്യുന്നവരില്ലേ? ഇല്ലാഞ്ഞിട്ടാണോ അതിവിടെ ബാക്കിയുള്ളവർ 7ഉം 6 ഒക്കെ പറയുന്നതുകൊണ്ട് നിങ്ങൾ പറയാത്തതാണോ? Okay, I couldn't complete all the additional tasks. Okay, it's fine. ബാക്കി ടാസ്കുകൾ ചെയ്തല്ലോ. Okay, കുഴപ്പമില്ല. Okay. So, okay. We'll have a look at all of what we've covered. Okay, അപ്പോൾ ഈ ഒരു വീക്കിൽ നമ്മൾ മെയിൻ ആയിട്ട് കവർ ചെയ്തത് ഒരു എസ്സേ സ്ട്രക്ചറിങ് എങ്ങനെയാണ്, പാരഗ്രാഫ് സ്ട്രക്ചേഴ്സ് എങ്ങനെയായിരിക്കണം, പെർസ്വേസീവ് ആർഗ്യുമെന്റ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ആൻഡ് ഡിബേറ്റിൽ എങ്ങനെയാണ് നമ്മൾ എവിഡൻസുകളും കൗണ്ടർ ആർഗ്യുമെന്റ്സും ചെയ്യുന്നത്, then using vivid language for descriptive writing, and finally editing and proofreading. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ലാസ്റ്റ് വീക്കിൽ കവർ ചെയ്തിട്ടുള്ളത്. Okay, so we'll begin with essay structuring. Essay നിങ്ങൾക്ക് ഓൾറെഡി ലെസൺ പാർട്ടും പിന്നെ വോയിസിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ക്ലാസ്സിൽ വീണ്ടും അതേ സെയിം PDF എടുത്ത് റിപ്പീറ്റ് ചെയ്യാത്തത്. നമ്മൾ ഷോർട്ടായി പറഞ്ഞു പോയപ്പോഴേ ഞാൻ വോയിസിൽ പറയുന്ന അതേ കാര്യങ്ങൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കണോ? അതോ സെയിം ആയിട്ട് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഐ ക്യാൻ. ഹൗ ഡു യു വാണ്ട് ഇറ്റ്? റിവൈസ് ചെയ്താൽ മതിയോ? ഓർ ഡു യു വാണ്ട് മീ ടു റിപ്പീറ്റ് ദ ഹോൾ തിങ്? റിവൈസ് ഓർ റിപ്പീറ്റ്? എന്താ വേണ്ടത്? റിവൈസ് ചെയ്യണോ ഓർ ഷുഡ് ഐ റിപ്പീറ്റ് ദ ഹോൾ സ്റ്റഫ്? യെസ്, ജസ്റ്റ് റിവൈസ്. Okay. Majority is with revise, so we'll go with revision. Okay. സോ എസ്സേ സ്ട്രക്ചറിംഗിൽ നമ്മൾ മൂന്നാക്കിയ ഒരു എസ്സേനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഇൻട്രൊഡക്ഷൻ, ബോഡി പാരഗ്രാഫ് ആൻഡ് കൺക്ലൂഷൻ. ഇൻട്രൊഡക്ഷനിൽ എന്താണ്, നമ്മൾ എന്തിനെ കുറിച്ചാണ് ഈ ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്ന ഒരു ടോപ്പിക്കിന്റെ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം. നെക്സ്റ്റ് ഇസ് ബോഡി പാരഗ്രാഫ്. ബോഡി പാരഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിന്റെ എവിഡൻസും സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്സും ആയിരിക്കണം ബോഡി പാരഗ്രാഫിലുള്ളത്. ഇപ്പൊ 3 സപ്പോർട്ടിംഗ് പോയിന്റ്സ് ആണ് എന്നുള്ളതുണ്ടെങ്കിൽ 3 പാരഗ്രാഫ് ആയിട്ട് അതിനെ സ്ട്രക്ചർ ചെയ്യുക. ആൻഡ് ഓൾസോ ഒരു പാരഗ്രാഫിൽ നിന്ന് മറ്റൊരു പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ ആ ഒരു ഫ്ലോ കീപ്പ് ചെയ്യണം. ഫ്ലോ കീപ്പ് ചെയ്യുക എന്നുള്ള ഒരു ടെക്നിക്ക് എന്താണ്, നിങ്ങൾ ഒരു പാരഗ്രാഫ് എൻഡ് ചെയ്യുമ്പോൾ അടുത്ത പാരഗ്രാഫിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിലേക്കുള്ള ഒരു ഹിന്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ യു ക്യാൻ എൻഡ് എ പാരഗ്രാഫ് വിത്ത് ഇൻ അഡീഷൻ ടു ദിസ് ദർ ആർ മെനി അതർ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞ് എൻഡ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് അഡ്വാൻറ്റേജ് അടുത്ത പാരഗ്രാഫിൽ തുടങ്ങാം. സോ എസ്സേ സ്ട്രക്ചറിന്റെ ഒരു ഔട്ട്ലൈൻ ഇതാണ്. നെക്സ്റ്റ് ഇസ് ഹൗ ടോപ്പിക് സെന്റൻസസ് ഗൈഡ് ദ റീഡർ ആൻഡ് സപ്പോർട്ട് ദ തീസിസ്. ഇപ്പൊ നമുക്കൊരു എസ്സേ ഉണ്ടാക്കാനൊന്നും വലിയ പാടില്ല അല്ലേ? നമുക്ക് ജസ്റ്റ് ഇന്റർനെറ്റിൽ നിന്ന് കുറെ ഡാറ്റാസ് കിട്ടും, അതെല്ലാം കൂട്ടിപ്പറക്കിയാൽ ഈസി ആയിട്ട് വിത്തിൻ 10 minutes ഐ കൻ ക്രിയേറ്റ് an essay. ബട്ട് വാട്ട് മാറ്റേഴ്സ് ഇസ് നമ്മൾ എങ്ങനെയാണ് സെന്റൻസുകളെ സ്ട്രക്ചർ ചെയ്യുന്നത്. ഒരുപാട് വലുതാക്കി വലിച്ചു നീക്കി എഴുതുന്നതും മുമ്പൊരു ധാരണ ഉണ്ടായിരുന്നു നമ്മൾ വലുതാക്കി എഴുതുന്നതാണ് നല്ലത് എന്ന്. ബട്ട് നോ, ക്വാളിറ്റി ഈസ് ഡിഫറെന്റ് ആൻഡ് ക്വാണ്ടിറ്റി ഈസ് ഡിഫറെന്റ്. ഓക്കെ, ക്വാളിറ്റി ഈസ് വാട്ട് മാറ്റേഴ്സ്, ക്വാണ്ടിറ്റി അല്ല. നിങ്ങളൊരു 500 വേർഡിൽ ഒരു എസ്സേ എഴുതുകയാണ് എന്ന് വിചാരിക്കുക. മേ ബി 200 word എസ്സേ വിൽ ബി ഇനഫ് ഫോർ ദാറ്റ്. നമ്മൾ വെറുതെ കുറെ അഡീഷണൽ വേർഡ്സും റിപ്പറ്റേറ്റീവ് സെന്റൻസുകളും ക്രിയേറ്റ് ചെയ്ത് അത് 500 words ആക്കുന്നതിൽ വലിയ കാര്യമില്ല. ആ ഒരു ടെക്നിക്ക് ആകെ യൂസ് ചെയ്യാൻ പറ്റുക നമ്മൾ ഏതെങ്കിലുമൊക്കെ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്താ ആൻസർ ഷുഡ് ബി ഇൻ 500 words എന്നുണ്ടാവും. ആ സമയം പക്ഷെ ആ ക്വസ്റ്റിന് ചിലപ്പോൾ അധികം കണ്ടന്റ് ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ എന്താണ് നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്ത്
സെന്റൻസുകൾ എഴുതുകയും അങ്ങനെയൊക്കെ ചെയ്യാം. അതല്ലാതെ നമ്മളൊരു എസ്സേ അല്ലെങ്കിൽ ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത് വി ഷുഡ് അവോയ്ഡ് വെർബോസിറ്റി. വെർബോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അനാവശ്യമായ വാക്കുകളോ സെന്റൻസുകളോ ആഡ് ചെയ്യുന്നതിനെയാണ് ഫങ്ഷണൽ അല്ലാത്ത, അതായത് ആ ഒരു സെന്റൻസ് അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ അവിടെ സൈഡിൽ വെക്കാം എന്നുള്ളൊരു ഇതില് ഉള്ളതാണ് ഈ വെർബോസ് ആയിട്ടുള്ള സെന്റൻസ് അല്ലെങ്കിൽ വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ചില എസ്സേകൾ വായിച്ചിരുന്നാൽ തന്നെ നമുക്ക് നിർത്താൻ തോന്നില്ല, കാരണം ഈച്ച് സെന്റൻസ് വിൽ ഹാവ് കോണ്ടന്റ്. ഓരോ സെന്റൻസും ഇൻഫർമേഷൻ ഉണ്ടാവും. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഇത് പറഞ്ഞത് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇൻപുട്ട് അതിൽ നിന്ന് കിട്ടാനുണ്ടാവില്ല. ഓക്കെ, സോ വെൻ യു റൈറ്റ് മേക്ക് ഷുവർ each sentence has some content to convey. Okay, so here there is a small activity given. I want all of you to give an example. An example sentence എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ മതി കേട്ടോ. Give an example of an effective sentence that can be included in an essay on time management. എനിക്ക് ഇൻട്രൊഡക്ഷൻ, അതായത് ടൈം മാനേജ്മെന്റ് എന്നൊരു ടോപ്പിക്കിൽ നമ്മൾ എസ്സേ എഴുതുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സെന്റൻസ്. ഇറ്റ് ഷുഡ് ബി നോട്ട് ടു ബേസിക്. ഓക്കെ, നമ്മൾ ബേസിക്സ് എല്ലാം കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്, കഴിഞ്ഞവരാണ്. സോ ഐ ഡോണ്ട് എക്സ്പെക്ട് ബേസിക് സെന്റൻസ്. ഒരു ഇന്റർമീഡിയറ്റ് ടു അഡ്വാൻസ് ലെവൽ സെന്റൻസ്, ഒരു സെന്റൻസ് മതി. യു ക്യാൻ ഗിവ് എ വെൽ ഡെഫിനിഷൻ ഓഫ് ടൈം മാനേജ്മെന്റ്, അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് നമ്മുടെ ലൈഫിൽ എവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആവുന്നത്, അല്ലെങ്കിൽ വൈ ഇസ് ഇറ്റ് ക്രൂഷ്യൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. ഐ ജസ്റ്റ് വാണ്ട് എ സിംഗിൾ സെന്റൻസ്. Fatima Busnana, the sentence is not clear. If you have reason or rational faculties. എനിക്ക് മനസ്സിലായില്ല. Please make it clear. Time and tide wait for none. Very good. None എന്നൊരു e മിസ്സിംഗ് ഉണ്ട് കേട്ടോ. ഓക്കെ, യു ക്യാൻ ഇൻക്ലൂഡ് ദാറ്റ്. പക്ഷെ അതൊരു വെൽ റിട്ടൺ സെന്റൻസ് അല്ല, ബട്ട് ഇതെന്താ, അതൊരു കോട്ടാണ്. നമ്മൾ കോട്ട് ഓഫ് ദി ഡേ അല്ലെങ്കിൽ തോട്ട് ഓഫ് ദി ഡേ എന്നൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യുന്ന സംഗതിയാണ്. ബൈജു, വെരി ഗുഡ്. നമുക്കിത് ഇതും ഈ ഒരു സംഗതിയും ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ കൊടുക്കുന്നത് ഇസ് വെരി ഗുഡ്. ഓക്കെ, വൺ തിങ് ദാറ്റ് നെവർ കം ബാക്ക് ഇസ് ടൈം. ഓക്കെ, ഞാൻ നിങ്ങളുടെ എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ സെന്റൻസുകളല്ല, കുറച്ചും കൂടെ. In today's fast-paced world, time management is an essential skill that plays a crucial role in our daily life to achieve our goals efficiently. Wow, very good. Everyone, please do look at Amina's sentence here. Okay, Amina ഇവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസ് ഒന്ന് നോക്കുക. That is very well structured. അതിൽ വെർബോസിറ്റി ഒന്നുമില്ല. ആ ഒരൊറ്റ സെന്റൻസിൽ തന്നെ നമുക്ക് ടൈം മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ഇസ് കൺവേഡ്. അതാണ് ജെസ്സി. ടൈം മാനേജ്മെന്റ് ഇസ് വെരി എസെൻഷ്യൽ ഇൻ അവർ ലൈഫ് എന്ന് പറയില്ല, ഇസ് വെരി എസെൻഷ്യൽ എന്ന് മതി കേട്ടോ. വെരി എന്നുള്ള യൂസേജ് അവിടെ ആവശ്യമില്ല. ആൻഡ് ഓൾസോ അത് വളരെ ബേസിക് സെന്റൻസ് ആയി. ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമ്മുടെ ഏജിലുള്ള എല്ലാവർക്കും ഇപ്പൊ അറിയുന്നതാണ്. സോ വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടന്റ് എന്നുള്ളൊരു സംഗതി കൊണ്ടുപോയോ. ടൈം ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫാക്ട് ഇൻ അവർ ലൈഫ്. Time and tide wait for everyone അല്ല, ടൈമും ടൈഡും ഇത് രണ്ടും ആർക്കും വെയിറ്റ് ചെയ്യില്ല എന്നാണ്. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ. ഓക്കെ, ഫോർ എവ്രി വൺ അല്ല കേട്ടോ. ഇല്ല, അതൊന്ന് കറക്റ്റ് ചെയ്യാം. ടൈം മാനേജ്മെന്റ് ഇസ് എ ക്വാളിറ്റി വെൻ വി ഡു തിങ്സ് പ്രോപ്പർലി ബേസ്ഡ് ഓൺ ടൈം വിച്ച് വി നീഡ് ടു ഫോളോ ഫോർ our individual development. Okay, Tina, good. Time is precious. Never waste your time on stupid things. Okay, നമ്മൾക്കൊരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ പറയാം. നമ്മള് ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ ഫോർമൽ ആയിട്ട് ഒരു ആർട്ടിക്കിൾ എസ്സേ എഴുതുന്ന സമയത്ത് നമുക്ക് സ്റ്റുപ്പിഡ് തിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കിപ്പോ ഫ്രണ്ട്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ കസിൻസിന്റെ ഇടയിൽ പറഞ്ഞ് സ്റ്റുപ്പിഡ്, ഡോണ്ട് ഡു ദാറ്റ് എന്നൊക്കെ പറയാം. ഇറ്റ്സ് എ സ്റ്റുപ്പിഡസ്റ്റ് തിങ് ടു ഡു എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കാണാം. പക്ഷെ നമ്മളൊരു ഫോർമൽ റൈറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എഴുതില്ല ഇറ്റ് ഇസ് എ സ്റ്റുപ്പിഡ് തിങ് ടു ഡു എന്ന് എഴുതില്ല കേട്ടോ. സോ പ്ലീസ് improvise that sentence. Time management is a very important skill that everyone should practice in our daily life. Okay, Sneha, good. Time management is a practice of organizing and doing tasks effectively within a given period of time. Good, Asana. Effective time management is crucial for achieving academic success as it enables individual prioritize tasks, minimize procrastination, and maintain a healthy work-life balance. Okay, good, Shahima. Time management helps individuals to achieve. അവിടെ ഇൻഡിവിജ്വൽസ് എന്ന് കൊടുത്തു, അതൊരു തേർഡ് പേഴ്സൺ യൂസേജ് അവിടെ വന്നു. പിന്നെ ആർ ഗോൾസ് എന്ന് പറയരുത്. ടൈം മാനേജ്മെന്റ് ഹെൽപ്സ് അസ് ടു അച്ചീവ് ആർ ഗോൾസ് ആൻഡ് റെഡ്യൂസ് സ്ട്രെസ് എന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽസ് എന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് ടൈം മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ്
ടു അച്ചീവ് ഗോൾസ് ആൻഡ് റിഡ്യൂസ് സ്ട്രെസ്. അതിന്റെ ഇടയിൽ നിന്ന് ആർ എടുത്ത് കളഞ്ഞേക്കും കേട്ടോ. OUR ആർ, നമ്മൾ അവർ എന്ന് പറയില്ല കേട്ടോ, ഇറ്റ്സ് ആർ. അതെടുത്ത് കളഞ്ഞേക്കൂ. ദേവപ്രിയ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഒന്നില്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽസ് മാറ്റി അസ് ആക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ആ ആർ എടുത്ത് കളയുക. ഓക്കെ. ടൈം മാനേജ്മെന്റ്, ഞാൻ ഈ പേരെടുത്ത് വിളിച്ച് പറയുന്നത് അവർ മാത്രം കേൾക്കാനല്ല കേട്ടോ, അവരുടെ സെന്റൻസ് ആണെന്ന് ഡിനോട്ട് ചെയ്യാൻ മാത്രമാണ്. കറക്ഷൻസ് പറയുന്നത് എല്ലാവർക്കും കൂടിയാണ്. ഇതൊക്കെ കോമൺ, നമ്മൾക്ക് എല്ലാവർക്കും വരാൻ സാധ്യതയുള്ള എറേഴ്സ് ആണ്. Nowadays time is going very fast, so manage time and use it well. എല്ലാവർക്കും പണ്ടും ഇന്നൊക്കെ 24 മണിക്കൂറുണ്ട്. സോ ഇന്നത്തെ കാലത്ത് സമയം വേഗം പോകുന്നു എന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. അശ്വതി, if you have reason or rational faculty, you can understand how time is important and not everyone can manage it. In fact, it's a skill. Okay. Good, Bustana. Everyone got the same time limit. What matters is how you utilize it. Yes, then a good one. Time management in okay. ഇനി ഈ ഒരു സെന്റൻസ് ക്രിയേഷൻ നിർത്തിക്കോളൂ കേട്ടോ. ടൈം മാനേജ്മെന്റിൽ സെന്റൻസുകൾ തരുന്നത് നിർത്തിക്കോളൂ. ഇനി ആരും സെൻഡ് ചെയ്യേണ്ടതില്ല. Time management involves planning, prioritizing, and controlling your schedule to maximize efficiency. Good, Sajna. Good one. The ability to manage time efficiently is a crucial skill that separates successful individuals from those who struggle to meet deadlines. Okay, good, Karthika. Very good. Okay, so I'm happy with that. എല്ലാവർക്കും ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ വന്നു. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു ലെവലിൽ നമ്മളൊരു എസ്സേ എഴുതുന്ന സമയത്ത് ടൈം മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. സോ അത്തരത്തിലുള്ള സെന്റൻസുകളൊക്കെ നമ്മൾ ഒഴിവാക്കി തുടങ്ങാം. കുറച്ചും കൂടെ ഇപ്പൊ നിങ്ങളിപ്പോ തന്നിട്ടുള്ള പോലത്തെ കുറച്ചും കൂടെ അഡ്വാൻസ് ലെവൽ സംഗതികളൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ, ഐ എം വെരി ഹാപ്പി. ജസ്റ്റ് ഫ്യൂ എറേഴ്സ്, ദാറ്റ്സ് ഓക്കെ. മനുഷ്യന്മാരാണ്, എറർ ഫ്രീ ആവില്ല മൊത്തമായിട്ട്. ഓക്കെ, ഐ എം ഹാപ്പി ദാറ്റ് യു ഓൾ ആർ പാർട്ടിസിപ്പേറ്റിംഗ്. ഓക്കെ ഓക്കെ, ഇനി ഒരു കുഞ്ഞി ആക്ടിവിറ്റിയും കൂടെ. ഐ ഗിവ് യു 2 minutes. ഓക്കെ, ഇവിടെ ആക്ടിവിറ്റി കൊടുത്ത് ഹൗ എ വെൽ റിട്ടൺ. ഐ വാണ്ട് ഓൾ ഓഫ് യു ടു ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ തീസിസ്. അതായത് നമ്മൾ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഇതാണ് എന്നുള്ള സംഗതികൾ പറയില്ലേ. സോ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു തീസിസ്, നമ്മുടെ ഫസ്റ്റ് ലൈൻ, ഒരു ഓപ്പണിംഗ് സെന്റൻസ് ഫോർ ദ എസ്സേ, ഫസ്റ്റ് സെന്റൻസ്, അത് ഏത് ടോപ്പിക്കിലോ, ഇറ്റ് ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് ടോപ്പിക്സിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ടോപ്പിക് മെൻഷൻ ചെയ്യാത്തത് കേട്ടോ. ആൻഡ് ഓപ്പണിംഗ് ലൈൻ, അതായത് ഫസ്റ്റ് സെന്റൻസ് ഓഫ് എൻ എസ്സേ, ഒരു എസ്സേയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് സെന്റൻസ് ആണ് എനിക്ക് കിട്ടേണ്ടത്. ഇറ്റ് ക്യാൻ ബി ഓഫ് എനി ടോപ്പിക്. സോ ഡൈവേഴ്സ് ടോപ്പിക്സിൽ എങ്ങനെ ഫസ്റ്റ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ സ്പെസിഫിക് ആയിട്ടൊരു ടോപ്പിക് പറയാത്തത് കേട്ടോ. ആ ഒരു സെന്റൻസ് എനിക്ക് മനസ്സിലാവണം നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ദാറ്റ് ഇസ് ദ ടാസ്ക്. സെന്റൻസസ് വരേണ്ട ടൈം ആയല്ലോ. വാട്ട് ഹാപ്പൻസ്? ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? ഒരു എസ്സേയുടെ ഫസ്റ്റ് സെന്റൻസ്, I want the opening. Sustainable living is crucial for ensuring a healthy planet and a secure future. Good, Karthika. Very good. അതായത് നിങ്ങൾ ഒരു എസ്സേ എഴുതുന്ന സമയത്ത് അയ്യോ ക്ലിയർ ആയിട്ടുണ്ടായില്ലേ ചോദിക്കണ്ടേ, ഞാൻ ക്ലിയർ ആയി എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എഴുതാനുള്ള ടൈം തന്നതാ. അതായത് ഒരു എസ്സേ, ഇപ്പോതാ ഇവിടെ കാർത്തിക് ഒരു സെന്റൻസ് തന്നില്ലേ, സസ്റ്റൈനബിൾ ലിവിംഗ് ഇസ് ക്രൂഷ്യൽ ഫോർ എൻഷുറിംഗ് എ ഹെൽത്തി പ്ലാനറ്റ് ആൻഡ് എ സെക്യൂർ ഫ്യൂച്ചർ. നിങ്ങൾ ഏത് ടോപ്പിക്കിലെങ്കിലും ഒരു എസ്സേ തുടങ്ങുന്ന സമയത്ത് അതിന്റെ ഒരു ഫസ്റ്റ് ലൈൻ എന്തായിരിക്കും എന്നുള്ളൊരു എക്സാമ്പിൾ ആണ് എനിക്ക് തരുന്നത്. ആ ഒരു സെന്റൻസിൽ നിന്ന് നിങ്ങൾ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് കൺവേഡ് ആയിരിക്കും. അതാണ് ടാസ്ക്. ഇപ്പോ കാർത്തിക് അയച്ച ഈ സെന്റൻസ് നമുക്ക് മനസ്സിലായില്ലേ, സസ്റ്റൈനബിൾ ലിവിങ്ങിനെ കുറിച്ചിട്ടാണ് ആ ഒരു ആർട്ടിക്കിൾ എഴുതാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അതാണ് ടാസ്ക്. ഒരു ഫസ്റ്റ് സെന്റൻസ് ഓഫ് എൻ എസ്സേ, ഓപ്പണിംഗ് സെന്റൻസ് എന്തായിരിക്കും എന്നുള്ളത്. തീസിസ് ഇൻട്രൊഡക്ഷൻ, ഫസ്റ്റ് സെന്റൻസ്. Politics influence in all aspects of our lives. Aspects less missing ഉണ്ട്, പക്ഷെ മിഥിലാജ് that sentence can be improvised. ഇപ്പൊ നേരത്തെ അമീനെ യൂസ് ചെയ്തതുപോലെ in today world അല്ലെങ്കിൽ in today world of politics, അങ്ങനെ എന്തെങ്കിലും ഒരു കുറച്ചും കൂടി ഒരു ഡെവലപ്ഡ് സെന്റൻസ് ആക്കിട്ടോ അതിന്. Nowadays, air pollution due to increased number of vehicles become one of the most important cause of global warming. Tina, the sentence is good, well structured ആണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഇപ്പൊ ഇവിടെ എയർ പൊല്യൂഷനെ കുറിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് സെന്റൻസിൽ ഇപ്പൊ കോസ് പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് സെന്റൻസിൽ എപ്പോഴും കോസ് അല്ല പറയാം. ഓക്കെ, ഇതിലിപ്പോ കോസ് വന്നു. സോ കോസ് അല്ല, എയർ പൊല്യൂഷൻ എന്താണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റ യൂസ് ചെയ്യാം. ടുഡേ ഫോർ എക്സാമ്പിൾ 2000
around 2,000 people die a year due to air pollution. അങ്ങനെ എന്തെങ്കിലും ഡാറ്റ വെച്ചിട്ടോ ആദ്യം തന്നെ ഫസ്റ്റ് സെന്റൻസിൽ തന്നെ നമ്മൾ കോസ് പറയരുത്. ഓക്കെ, അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ എഫക്ട്സ് ആർ ലൈഫ് കോസിങ് ഡിസീസസ്, ലങ് ക്യാൻസേഴ്സ്, അങ്ങനെ എന്തെങ്കിലും ഒരു സെന്റൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, healthy family and happy living roots. Healthy family and happy living roots from good parenting. Happy living roots form good parenting എന്നാണോ ബുസ്താന ഉദ്ദേശിച്ചത്? Anyway, that's a good form എന്നാണെങ്കിൽ okay, it's a good sentence. വായിക്കേണ്ട സെന്റൻസ്. Corruption is universal in the present world. Corruption spelling correct ചെയ്യേ. Corruption spelling തെറ്റാണ്. We see and enjoy it every moment. ജബിൻ ഫർസാന എന്താണ് we see and enjoy it every moment? എന്താണെന്ന് അതിൽ വന്നില്ലല്ലോ. We see and enjoy it. It എന്താണ് അവിടെ? Dance, a uniformal form of expression. Universal form എന്നാണോ അസാന ഉദ്ദേശിച്ച? Expression reflect cultural values, shape social identities. ഇവിടെ and വന്നില്ലേ, full commas ആണ്. Dance, a universal form of expression, reflects cultural values and shape social identities. Okay, അവിടെ last the comma മാറ്റി and ആക്കണം. As the effect of climate change becomes more noticeable, it is time to highlight the urgent need for global cooperation to reduce carbon emissions. Okay, it's a very good sentence. പക്ഷേ ഒരു ഫസ്റ്റ് സെന്റൻസ് ആക്കാനുള്ള അവിടെ ആസ് ദ എഫക്ട് ഓഫ് എന്ന് സ്റ്റാർട്ട് ചെയ്തില്ല. നമ്മൾ തുടക്കം തന്നെ ദിസ് ക്യാൻ ബി ദ ലാസ്റ്റ് ലൈൻ ഓഫ് ദ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്. ഓക്കെ, അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ ഒരു ഓപ്പണിംഗ് സെന്റൻസ് ആയിട്ട് ഇവിടെ ഇപ്പൊ എന്തിനെ കുറിച്ചാണ്? ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടാണോ പറയുന്നത്, ഓർ കാർബൺ എമീഷനെ കുറിച്ചിട്ടാണോ പറയുന്നത്? എന്താണ് ഫോക്കസ് ടോപ്പിക് എന്നുള്ളതും ക്ലിയർ ആയില്ല. ആൻഡ് ഓൾസോ വെരി ഫസ്റ്റ് സെന്റൻസ് ആക്കാനുള്ളതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ ഇതിലുണ്ട്. ഓക്കെ, women's narrative of war is more inclusive than men's narrative of war. No, first sentence ഇങ്ങനെ comparative ആവരുത്. No, Leah, please try another sentence. Today we have caused number of diseases because of air pollution. No, അതും നമുക്ക് ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, ഓപ്പണിംഗ് സെന്റൻസ് ആക്കാൻ പറ്റില്ല. As the first writing system designed for blind people's needs, Braille was a groundbreaking new accessibility tool. It not only provides practical benefits, but also helped change the cultural status of blindness. Okay, good one, Anjita. Anjita, it's fine. ഇതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ബിഗിനിങ് സെന്റൻസ് ആസ് ദ, ഡ്യൂ ടു അങ്ങനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കുക. റാദർ യു ക്യാൻ ബിഗിൻ വിത്ത് ഇൻ ടുഡേ വേൾഡ് എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഈ ആസ് അല്ലെങ്കിൽ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻസ് ആസ് ഒക്കെ കൺജങ്ഷൻസിൽ വരുന്നില്ലേ? കൺജങ്ഷൻസ് വെച്ചിട്ടൊരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ എസ്സേ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ ഡോണ്ട് ഫീൽ ഇറ്റ് ഗുഡ്. ഓക്കെ, സോ ഈ ആസ് ദ ഫസ്റ്റ് റൈറ്റിംഗ് എന്നതിന് പകരം ദ ഫസ്റ്റ് റൈറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ഫോർ ബ്ലൈൻഡ് പീപ്പിൾസ് നീഡ്സ് ബ്രെയിലി വാസ്, ആ ആസ് ദ കട്ട് ചെയ്തിട്ട് എന്താ ദ ഫസ്റ്റ് റൈറ്റിംഗ് സിസ്റ്റം വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഇത് തന്നെയാണ് ഞാൻ അമീനഡേയിൽ വന്നപ്പോഴും പറഞ്ഞ സംഗതി. ഓക്കെ, ആസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബിഗിനിങ് ആണെന്ന് തോന്നുന്നില്ല. In today's world, mobile is an important part of our life. Okay, the sentence is good, but it's a very basic one. Yeah. Okay, ഇതോടെ നിങ്ങൾ സെന്റൻസുകൾ നിർത്തിക്കോളൂ കേട്ടോ. ഓക്കെ, ഈ ഒരു ഡിസ്കഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വിൽ ഗോ ടു നെക്സ്റ്റ് ടോപ്പിക്. A healthy and peaceful living need good nurturing of our environment. Okay. സ്വപ്ന കുറച്ച് സ്പെല്ലിംഗ് എറേഴ്സ് ഉണ്ട്, ഒന്ന് കറക്റ്റ് ചെയ്യണേ. When a rain occurs, every bird finds a shelter, but the eagle fly over the rainy clouds. Everybody got a problem, but the attitude makes the difference. So not giving up is not a natural creation. It is an artificial one that is made by ourselves. Okay, very good, Dinu, good one. That is adding, it's missing in it. Social media's transformative power has redefined the boundaries of personal and public places. Very good, Shahima. Good one. അത്രയും മതി ഫസ്റ്റ് സെന്റൻസ്. ഫസ്റ്റ് സെന്റൻസ് ഇപ്പോൾ ഒരുപാട് ലെങ്തി ആവണം എന്നില്ല. ഇപ്പോ ആ ഒരു ഷെഹീമയുടെ ഫസ്റ്റ് സെന്റൻസ് നോക്കൂ. അതിൽ ടെക്നിക്കൽ ടേംസ് ലൈക്ക് ട്രാൻസ്ഫോർമേറ്റീവ് പവർ, റീഡിഫൈൻഡ് ബൗണ്ടറീസ് എന്നിങ്ങനെയുള്ള നല്ല വൊക്കാബുലറി യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾസോ ദ സെന്റൻസ് ഇസ് നോട്ട് വെരി ലോങ്. ഗുഡ് വൺ. ലിസണിംഗ് മ്യൂസിക് ഹെൽപ്പ് us to alleviate all mental struggles. കുഴപ്പമില്ല, ബട്ട് you can improvise the sentence. Women entrepreneurship has emerged as a powerful force for empowering females to take control of their financial future. Okay, good. Today's people more weak because of their food habit and lifestyle.
നോ. അപ്പൊ ഇവിടെ ഫുഡ് ഹാബിറ്റിനെയും ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ കുറിച്ച് പറയണം. ഇന്ന് ആൾക്കാർ വീക്ക് ആയിരിക്കുന്നത് അതുകൊണ്ടാണ് തന്നെ ഫസ്റ്റ് സെന്റൻസ് നമ്മൾ പ്രഖ്യാപിക്കരുത്. ഓക്കെ, ടുഡേ ഇന്നത്തെ ഒരു ഹെൽത്തിന്റെ സിറ്റുവേഷൻ എന്താണ്, ടുഡേ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ഇന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് സഫർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇൻ ടുഡേസ് വേൾഡ് ഓഫ് ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മിഥിലാഷ് ആസ് വി നോ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അധികം നമുക്ക് സ്പീച്ചിലാണ് യൂസ് ചെയ്യാൻ പറ്റുക. ആസ് വി ഓൾ നോ എന്ന് പറഞ്ഞ് സ്പീച്ചിൽ സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് റൈറ്റിംഗിൽ ഐ തിങ്ക് യൂസ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, ഇറ്റ്സ് ഫൈൻ. ബട്ട് യൂസിങ് സംതിങ് എൽസ്, ഒരു ഓൾട്ടർനേറ്റ് ആയിരിക്കും നല്ലത് ആസ് വി നോ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ. ഓക്കെ, women's narrative of war is inclusive and humane. Okay, yeah. Today's generation is afraid to communicate with people. ആ ഒരു സെന്റൻസിലും എന്തൊക്കെയോ today's generation lack the skills to communicate with the people. അങ്ങനെയല്ല, is afraid to communicate with people എന്ന് പറയുന്നതിൽ എന്തോ ഒരു ഇതുള്ള പോലെ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇസ് സെന്റൻസുകൾ അയക്കുന്നത് നിർത്തിക്കോളൂ കേട്ടോ. We have to move to next topic. Sustainable development is an approach to growth and human development. Okay, Jessie, good. The implementation of flexible work arrangements leads to arrangements. അവിടെ പ്ലൂറൽ വന്നില്ലേ, അപ്പൊ ലീഡ് മതി. Flexible work arrangements leads to increased employee satisfaction due to better work-life balance. Okay. Again, അവിടെയും നമുക്ക് ഫസ്റ്റ് സെന്റൻസ് എന്താണ്, വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് ഫസ്റ്റ് പറഞ്ഞിട്ട് ഇത് സെക്കൻഡ് സെന്റൻസ് ആയിട്ട് വെക്കുകയാണെങ്കിൽ നന്നാവും. ആദ്യം തന്നെ ഇംപ്ലിമെന്റേഷൻ, ആദ്യം തന്നെ വലിയ വലിയ കാര്യങ്ങൾ പറയാതെ വളരെ ബേസിക് ആയിട്ട് ഫസ്റ്റ് എന്താണോ നമ്മുടെ ടോപ്പിക് എന്നുള്ളത്, ഫോക്കസ് പോയിന്റ് എന്താണെന്നുള്ളത്. ഇപ്പൊ ഇവിടെ വർക്ക് ലൈഫ് ബാലൻസ് ആണോ ഇമ്പോർട്ടന്റ്, അതോ വർക്ക് സ്പേസുകളിൽ പുതിയ ആക്ടിവിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യലാണ് എന്താണ് കൂടുതൽ ഫോക്കസ് എന്നുള്ള ഒരു സംഗതി ക്ലിയർ ആയില്ലല്ലോ. സെന്റൻസ് ഗുഡ്, വെൽ സ്ട്രക്ചർഡ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫസ്റ്റ് സെന്റൻസ് ഇത്രയും നമ്മൾക്ക് ഇത്ര ഇൻഫർമേഷൻസ് ഒറ്റ സെന്റൻസ്, അതായത് ഇൻട്രൊഡക്ടറി സെന്റൻസ് അല്ലേ, സോ അതിലൊരു ഇൻട്രൊഡക്ഷൻ മാത്രം മതി. ഓക്കെ സജ്ന, ഓക്കെ, യെസ്. സോ ഐ എം അഗെയിൻ ഹാപ്പി. I've got enough responses and everyone have tried it very well. ചെറിയ ചെറിയ മിസ്റ്റേക്സ് അവിടെ ഇവിടെ ഉള്ളൂ. And I am, and all of you are above my expectations. Okay, ഞാൻ എക്സ്പെക്ടേഷൻസ് ലോ ലെവൽ വെച്ചിട്ടല്ല കേട്ടോ അത്. ഐ മീൻ ഐ എക്സ്പെക്ടഡ് സെന്റൻസസ്, പക്ഷെ ഇത്രയും ഡെവലപ്ഡ് ആയ സെന്റൻസുകൾ കിട്ടുമെന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല. ഐ എം ടു മച്ച് ഹാപ്പി. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്രാഫ്റ്റിംഗ് പെർസ്വേസീവ് ആർഗ്യുമെന്റ്സ്. പെർസ്വേസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ഹെൽപ്പുള്ള, മറ്റുള്ള ഒരാളെ കൺവിൻസ് ചെയ്യാൻ. പെർസ്വേഡ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്നെ കൺവിൻസ് ചെയ്യുന്നതാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പറയാണ് EEP സെഷൻസ്, നിങ്ങളൊരു ഫ്രണ്ടിന്റെ അടുത്ത് പറയണേ EEP സെഷൻസ് വളരെ എഫക്റ്റീവ് ആണ്, നിങ്ങൾ എങ്ങനെ ആളെ കൺവിൻസ് ചെയ്യും, എങ്ങനെ പെർസ്വേഡ് ചെയ്യും? EEP സെഷൻസിൽ തീരെ താല്പര്യമില്ലാതെ ആ മിസ്സിന്റെ ക്ലാസ് വെറും ബോറാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളെ നിങ്ങൾ എന്ത് പറഞ്ഞ് ഇതിലേക്ക് കൊണ്ടുവരും? ആ ഒരു കൺവിൻസിങ് കപ്പാസിറ്റിനെയാണ് നമ്മൾ പെർസ്വേസീവ് അല്ലെങ്കിൽ മറ്റുള്ള പെർസ്വേഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഈ ഒരു പെർസ്വേസീവ് കപ്പാസിറ്റി ഉണ്ടാവുക എന്നുള്ളത് ഇസ് ഗുഡ്. ഇറ്റ് ഷുഡ് നോട്ട് ബി മിസ്യൂസ്ഡ്. മറ്റുള്ളവരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അതേസമയം മറ്റുള്ളവരെ നല്ല കാര്യങ്ങൾ പറഞ്ഞ ഒരു പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കാനൊക്കെ ഈ ഒരു കാപ്പബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത് ഇസ് വെരി ഗുഡ്. ആൻഡ് നമ്മുടെ ലാംഗ്വേജ് ക്യാൻ ഡു എ ബിഗ് പാർട്ട് ഇൻ ഇറ്റ്. നമ്മൾ എങ്ങനെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പൊ പലരും പറയും അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ ഇടയ്ക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ പാരന്റ്സിനോട് നമ്മൾ ചോദിക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്ക് രാത്രി ഒന്ന് ഈ ഒരു സ്ഥലം വരെ പോയിക്കോട്ടെ, ഞാൻ ഒറ്റയ്ക്ക് രാത്രി ഒരു 10 മണിക്കൊന്ന് ലുലു വരെ പോയിക്കോട്ടെ. അപ്പൊ എന്റെ പാരന്റ്സ് എന്നെ റെസ്ട്രിക്ട് ചെയ്യണം, നോ യു കാണ്ട്, പറ്റില്ല. അവർ പറ്റില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്തും അതേപോലെ, ഓ രാത്രി 10 മണിക്ക് പോകുമ്പോൾ നിനക്ക് പോകാൻ ട്രാൻസ്പോർട്ടേഷൻ കിട്ടില്ല, പിന്നെ നീ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭയങ്കരമായിട്ട് വൈകും, അപ്പൊ നിന്റെ ഉറക്കം, അവരുടെ വീട്ടിലുള്ളവരുടെ ഉറക്കം. അപ്പൊ എന്താണ്, ഞാൻ കുറച്ചും കൂടെ കൺവിൻസ്ഡ് ആയി, ഓക്കെ ഞാൻ ട്രാൻസ്പോർട്ടിൽ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്, പിന്നെ എനിക്ക് ഇരുട്ട് പേടിയാണ്, അപ്പൊ ചിലപ്പോൾ രാത്രി ഞാൻ പേടിക്കും എന്നിങ്ങനെയുള്ള റീസൺസ് തരുമ്പോൾ എന്താണ്, ഐ ആം ബീങ് മോർ കൺവിൻസ്ഡ്. പക്ഷെ അതേസമയം അവർ ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞ വേറെ ഒന്നും പറയാതെ നിൽക്കുമ്പോൾ എന്താണ്, ദാറ്റ് ഇസ് നോട്ട് ഗിവിംഗ് മീ എനി റീസൺ. സോ പെർസ്വേസീവ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരാൾ പെർസ്വേഡ് ചെയ്യാൻ ഏറ്റവും നല്ല ടെക്നിക് ഇസ് ടു ഗിവ് റീസൺസ്, വൈക്കുള്ള ആൻസേഴ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ടെക്നിക്സ് ഫോർ ബിൽഡിംഗ് എ സ്ട്രോങ് പെർസ്വേസീവ് ആർഗ്യുമെന്റ് ഇസ് ക്ലിയർ തീസിസ്. നമ്മൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നുള്ള ക്ലിയർ ആയിട്ട്, മറ്റേ തുറന്നടിച്ച് പറയാന്ന് പറയില്ല, അതുകൊണ്ട് അത് വെൽ സ്ട്രക്ചേർഡ്, വെൽ കോൺക്രീറ്റ് ആയിട്ട് തന്നെ പറയാം. ലോജിക്കൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈക്കുള്ള ആൻസേഴ്സിനെയാണ് ഈ ലോജിക്കൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്.
And then supporting evidence. Supporting evidence can be for recent studies ആവാം, അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സ്പീരിയൻസുകൾ ആവാം. ഇന്നാൾ ഒരാൾ ഇങ്ങനെ ചെയ്തിട്ട് അത് നന്നായി എന്നുള്ള എവിഡൻസുകൾ, റിയൽ ലൈഫ് എക്സ്പീരിയൻസുകൾ ആവാം, സ്റ്റാറ്റിസ്റ്റിക്സ് ആവാം. Okay, it can be anything. And next one is addressing counter arguments to strengthen your position. For example, ഇപ്പോ എന്റെ ഫ്രണ്ട് ഇപ്പോഴും എന്താ അതിന് മറ്റേ ബട്ടൺ ഫോൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് പറയാണ്, എടാ ഈ ഒരു ഇന്നത്തെ കാലത്ത് നമ്മൾ സ്മാർട്ട് ഫോൺ ഇല്ലാണ്ട് ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. യു നീഡ് ടു ഹാവ് സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ നമ്മൾ ലോകത്ത് നിന്ന് ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയ പോലെ തോന്നും, കുറെ കണ്ടംപററി ഇഷ്യൂസ് അറിയാണ്ട് പോകും എന്നൊക്കെ പറയുന്ന സമയത്ത് അവൾ പറയാണ്, മൊബൈൽ ഫോൺ കാരണം പലരുടെയും സമയം നഷ്ടപ്പെടുന്നു, ഐസൈറ്റ് കുറയുന്നു എന്നുള്ള പോയിന്റ്സ് പറയുന്ന സമയത്ത് ഐ ഷുഡ് ഹാവ് ഇനഫ് പോയിന്റ്സ് ടു കൗണ്ടർ ആർഗ്യൂ. അതിനെ റെഫ്യൂട്ട് ചെയ്യാനുള്ള പോയിന്റ്സ് ഉണ്ടാവണം, അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ഒരുപാട് പോയിന്റ്സ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് മറ്റൊരാളെ പെർസ്വേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന പോയിന്റിൽ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. ഇപ്പോ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും കണ്ണടിച്ചു പോകും എന്ന് പറയുന്ന സമയത്ത് ഐ ഷുഡ് ബി ഏബിൾ ടു റെഫ്യൂട്ട് ഇറ്റ്. അങ്ങനെയല്ല, ഓവർ യൂസ്, അതുപോലെ ട്രാവലിംഗിൽ യൂസ് ചെയ്യുന്നതും അതുപോലെ നൈറ്റ് ടൈം യൂസ് ചെയ്യുന്നതൊക്കെയാണ് അതിന്റെ കോഴ്സസ് എന്ന് അവരെ പറഞ്ഞത്. ഐ ഷുഡ് ബി ബോൾഡ്. അതല്ലാതെ ആണോ എന്നാ എനിക്കും തോന്നുന്നുണ്ട് അത് കണ്ണിന് പ്രശ്നമാവും എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഒരാളെ പെർസ്വേഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഐ തിങ്ക് അല്ലെങ്കിൽ ഇറ്റ് മൈറ്റ്, മേ, ഇന്ന സാധ്യതയുണ്ട്, എനിക്ക് തോന്നുന്നു, അങ്ങനത്തെ ടേംസ് യൂസ് ചെയ്യരുത്. ഓക്കെ, വി ഷുഡ് ബി കോൺഫിഡന്റ് ഇൻ വാട്ട് വി സ്പീക്ക്. അപ്പൊ ഈ മേ, മൈറ്റ്, ഐ തിങ്ക് എന്നുള്ള ടേംസ് ഒക്കെ നമ്മൾ പറയുന്ന ആ ഒരു സംഗതിയുടെ സ്ട്രെങ്തിന് കുറക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് പൊസസീവ് ആർഗ്യുമെന്റ്സിന് ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. സോ ഐ ഗിവൻ എ സ്മോൾ ആക്ടിവിറ്റി ഹിയർ. ഞാൻ ഇവിടെ ഒരു ആർഗ്യുമെന്റ് തന്നിട്ടുണ്ട് ആൻഡ് യുവർ ടാസ്ക് ഇസ് ടു റെഫ്യൂട്ട് ഇറ്റ്. നിങ്ങൾ അതിനെ കൗണ്ടർ ആർഗ്യൂ ചെയ്യാം. Technology has the potential to make learning more inclusive, engaging, and effective. It prepares students for a rapidly changing world by equipping them with the knowledge and skills they need to thrive. Before you start, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. നിങ്ങൾ ഇതിനെ റെഫ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതുമായി ബന്ധമുള്ള, ഇതുമായി കോറന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് വേണം നിങ്ങൾ റെഫ്യൂട്ട് ചെയ്യാൻ. അതായത് ഇപ്പോ നമ്മൾക്ക് ഒരുപാട് നെഗറ്റീവ്സ് അറിയുന്നുണ്ടാവും, പക്ഷെ ആ നെഗറ്റീവ് ഇതുമായി ബന്ധമില്ല. ഇപ്പോ ഫോർ എക്സാമ്പിൾ, ടെക്നോളജി ഇസ് കൺസ്യൂമിങ് സോ മച്ച് ടൈം ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾക്ക് തരാം. പക്ഷെ അത് നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈവൻ ദോ ഇറ്റ് ഈസ് ഇൻക്ലൂസീവ് ആൻഡ് എൻഗേജിങ്, ഇറ്റ് ഹാസ് ദ പ്രോബ്ലം ഓഫ്, ഓക്കെ, അതായത് ഇതുമായി ലിങ്ക് ചെയ്ത് വേണം പറയാൻ. അതല്ലാതെ ഇതുമായി ഒരു ബന്ധമില്ലാത്ത രീതിയിലായിരിക്കും നിങ്ങളുടെ സെന്റൻസ് സ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? It prepares students for a rapidly changing world by equipping them with the knowledge and skills they need to thrive. അപ്പൊ നിങ്ങൾക്ക് റെഫ്യൂട്ട് ചെയ്യാൻ ഉള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇത്രയും കാലം ലോകത്ത് ടെക്നോളജി ഇല്ലാതെ നമുക്ക് ഡോക്ടേഴ്സും എന്താണ് എഞ്ചിനീയേഴ്സും സൈക്കോളജിസ്റ്റും സോഷ്യൽ വർക്കേഴ്സും പ്രൊഫസേഴ്സും എല്ലാവരും ഉണ്ടായി. സോ ആ ഒരു ടെക്നോളജി ഉണ്ടെങ്കിൽ മാത്രമാണ് നോളജും സ്കില്ലും ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ള ധാരണ അത് വെച്ച് റെഫ്യൂട്ട് ചെയ്യാം. അതുപോലെ എൻഗേജിങ് ആൻഡ് എഫക്റ്റീവിന് ടെക്നോളജി തന്നെ വേണമെന്നില്ല, മറ്റ് ആക്ടിവിറ്റീസ്, അങ്ങനെ ആ രീതിയിൽ ഇതുമായി ബന്ധം ഉള്ള രീതിയിൽ നിങ്ങൾ ഇതിനെ റെഫ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, യു ക്യാൻ സ്റ്റാർട്ട്. യെസ്, ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? Is anyone having any doubt? Over usage of any technology will kill the creativity and create the human mind as a lazy one. Okay, good one, Vaiju. Good one. Okay. While technology has the potential to enhance educational experiences, it's crucial to recognize its limitations too. An over-reliance on digital tools like ChatGPT can undermine critical thinking skills, as students may lean heavily on technology instead of engaging in deep analytical thinking. Wow, this deserves a big applause. വെരി ഗുഡ് അമീന. ഇവിടെ ബൈജു പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് അമീനയും പറഞ്ഞിരിക്കുന്നത്. ടെക്നോളജി ക്രിയേറ്റിവിറ്റിനെയും തിങ്കിങ്ങിനെയും ഒക്കെ കില്ല് ചെയ്യുന്നത്. പക്ഷെ ബൈജു പ്രസന്റ് ചെയ്തതും അമീന പ്രസന്റ് ചെയ്തതും രീതി, നിങ്ങളെ തമ്മിലല്ലാട്ടോ, ഞാൻ ബൈജുവിനെ അമീനെ അല്ല ഇവിടെ കമ്പയർ ചെയ്യുന്നത്. നിങ്ങളുടെ രണ്ടുപേരും സെന്റൻസ് കമ്പയറിംഗ് ആണ് കേട്ടോ നടക്കുന്നത്. ഞാൻ പേരെടുത്ത് പറയുന്നത് ബാക്കിയുള്ളവർക്ക് ആ സെന്റൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ ആരുടെ പേരെടുത്ത് ഇവിടെ പറയുമ്പോൾ ആ സെന്റൻസ് ഇപ്പോ ഫാത്തിമ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന സമയത്തും ഫാത്തിമ പറഞ്ഞു എന്നതിനല്ല നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ആ സെന്റൻസ് സ്ട്രക്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. വെരി ഗുഡ്. സോ ഇവിടെ ഇപ്പൊ ബൈജു എന്താ വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞില്ലേ
നമ്മുടെ ഒപ്പോണന്റിനെ നമ്മൾ റെസ്പെക്ട്ഫുള്ളി വേണം റെഫ്യൂട്ട് ചെയ്യാൻ. അപ്പൊ ഇവിടെ എന്താണ്, വൈൽ ടെക്നോളജി ഹാസ് ദ പൊട്ടൻഷ്യൽ ടു എൻഹാൻസ് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോ ബൈജുവിന്റെ പോയിന്റ് എന്താണ്, ഓവർ യൂസേജ് ഓഫ് എനി ടെക്നോളജി, അത് തന്നെയാണ് ഇവിടെ അമീനയും പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓവർ റിലയൻസ്, ഓവർ യൂസേജിന്റെ മറ്റൊരു സിനോണിമാണ് ഓവർ റിലയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഇതാ പറഞ്ഞത് നമ്മളുടെ ഉള്ള പോയിന്റ്സ് നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ ബൈജു ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. ഓക്കെ, നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. അമീന ഇത്രയും ഇംപ്രൂവ്ഡ് ആയിട്ട് സെന്റൻസ് വരുന്നത് ഒന്ന്, അമീന എല്ലാ ടാസ്കും സ്ഥിരമായി ചെയ്യുന്ന ആളാണ്. ആൻഡ് ദിസ് ഇസ് ദർ സെക്കൻഡ് EEP. ലാസ്റ്റ് സെഷനിലും അമീന ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലാണ് അമീന നല്ലോണം ഇംപ്രൂവ് ചെയ്തിട്ടുള്ളത്. സോ അമീന ഇസ് എ ലിവിങ് എക്സാമ്പിൾ ഓഫ് എനി വൺ കെൻ ഇംപ്രൂവ് ഓൺ ബൈ ഡൂയിങ് ഹാർഡ് വർക്ക്, കൺസിസ്റ്റൻസി ഒക്കെ ആ ഒരു സംഭവം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യും എന്നുള്ളതിന്റെ ഒരു ഗുഡ് എക്സാമ്പിൾ ആണ് അമീന. While technology can enhance learning, it may also create distractions and reduce personal interactions, which is important for making social skills and for developing communication. Very good, Asana. Very well structured. Good one. Excessive technology use can lead to decreased attention span, increases eye strain, and diminished face-to-face communication skills. Very good, Shahima. While technology can provide a vast amount of information, it also creates dependency and distraction. Also, the social media and games pull students away from self-focused learning. Very good, Pustana. Wow. Very impressed with all the sentences. Baiju, Amina, Sana, Shahima, and Bustana deserves a big clap. Very well structured sentence. Okay. Shall I move on to next? Shall I move on to next topic? കഴിഞ്ഞവർ ഇനി സെന്റൻസുകളൊന്നും അയക്കാനില്ലാത്തവർ ഒരു thumbs up തന്നെ, so that I understand that we are ready to move on. Technology is hijacker on our head. Over relying on technology may result in reducing thought process, laziness, and absent mind. And being absent-minded and absent-minded, getting absent-minded. Okay, it's conveyed. Good, Dinu, good one. While technology distracting due to this interactive and instant nature. Mashura, sentence clear alla, you need to improve. While technology is distracting എന്ന് പറയില്ല, കാരണം നിങ്ങൾ റെഫ്യൂട്ട് ചെയ്യുന്നത് അതിന്റെ പോസിറ്റീവിനെയാണ്. അപ്പൊ while technology is distracting എന്നുള്ളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. Due to this interactive and instant nature അല്ല, due to it apostrophe, due to the technology's interactive and instant nature. Okay, Mashura, അതൊന്ന് കറക്റ്റ് ചെയ്യണേ. While technology is engaging and effective, its interactive and instant nature can cause distraction എന്ന രീതിയിലാക്കാം ആ സെന്റൻസിനെ. The increased use of, okay, with this നിങ്ങളുടെ persuasive arguments അയക്കുന്നത് നിർത്തിക്കോളൂ കേട്ടോ. Okay, counter arguments അയക്കുന്നത് നിർത്തിക്കോളൂ. The increased use of technology in learning raises significant data privacy and security concerns. Students' personal and academic data may be vulnerable to exploitation, compromising and their safety and well-being. Okay, Sachna, good point. Data privacy, the guy. Very good. Okay. So we are moving on to the next topic, that is descriptive writing techniques. ഇവിടെ നോവൽ വായിക്കാനും കഥ എഴുതാനും കഥ വായിക്കാനും ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടോ? Can you all tell me your favorite books or the last book you've read? നിങ്ങൾ അവസാനം വെച്ച് ഇംഗ്ലീഷ് ആവണമെന്നില്ല, ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദിയോ നിങ്ങളുടെ വായിക്കുന്ന ലാംഗ്വേജ് എന്താണോ അതില്, ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ബുക്ക് അല്ലെങ്കിൽ ദ ലാസ്റ്റ് ബുക്ക് യു റെഡ്. ഡാവിൻചി കോഡ്. ഓക്കെ, നിങ്ങൾ പറയുന്ന അധിക പുസ്തകങ്ങളായിട്ട് ഞാൻ വലിയ ബന്ധം ഉണ്ടാവില്ല, ഞാൻ അങ്ങനെ അധികം വായിക്കുന്ന ആളല്ല. Kite Runner. Okay, good. Kite Runner is written by Khaled Hosseini. Is it? Ano? Kite Runner. Yes. Uncle Tom's Cabin. Okay. Pride and Prejudice. Okay. Alchemist. Okay. Alchemist ഞാൻ വായിച്ചിട്ടുണ്ട്. Okay. I think Kite Runner മൂവി ഉണ്ട് അല്ല, ഞാൻ അതിന്റെ കൈറ്റ് റണ്ണറിന്റെ ജസ്റ്റ് ഒരു ചെറിയ ഭാഗം വായിക്കുകയോ മൂവിയാണ് എന്തോ കൈറ്റ് റണ്ണർ ആയിട്ട് ഞാൻ എന്തോ ഒരു ബന്ധമുണ്ട്. The Power of Your Subconscious Mind by Joseph Murphy. I've read that. Yes, it's a very good book. ഒരു ലൈഫ് ചേഞ്ചിങ് ബുക്കാണത്. നമ്മളുടെ മെന്റൽ കപ്പാസിറ്റി എത്ര മാത്രം ഉണ്ട് ആ ബുക്ക് നമ്മൾ അറിയിക്കും. ഓക്കെ, ഇറ്റ് ഇസ് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്ന ബുക്കാണ് The Power of Your Subconscious Mind. India 2020 by APJ Abdul Kalam. Good. A Good Girl's Guide to a Murder. Harry Potter and the Prisoner of Azkaban. Okay. The Purpose of Driven Life.
Driven Life, Metamorphosis, and To Kill a Mockingbird, Robinson Crusoe. Okay, very good, very good, very good. Okay, thank you. So, നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ടെക്നിക്സിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ ചില പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ആടുജീവിതം സിനിമ കണ്ട് കുറെ ആൾക്കാരുടെ ക്രിറ്റിസിസം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഫിലിമിന്റെ വിഷ്വൽ പ്രസന്റിങ് ഇനിയും ഇംപ്രൂവ് ചെയ്യാമായിരുന്നു എന്നായിരുന്നു ആ ഫിലിമിന്റെ ഒരു ക്രിറ്റിസിസം. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ പുസ്തകം വായിച്ചിട്ടുള്ള എല്ലാവരും അതിനപ്പുറത്തേക്ക് ഇമാജിൻ ചെയ്തിട്ടുണ്ട്. കാരണം ആ ബുക്ക് എഴുതിയിരിക്കുന്നത് വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ്. ഓക്കെ, ആടുജീവിതം എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് ഐ തിങ്ക് ടുഡേ ഇറ്റ്സ് ഓൾസോ അവൈലബിൾ ഇൻ ഇംഗ്ലീഷ് വേർഷൻ. DC ബുക്സോ ആരോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ആ മൂവിയുടെ സ്ക്രിപ്റ്റ് ഇംഗ്ലീഷിലും ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, ഐ തിങ്ക്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും മരുഭൂമിയിൽ ഒരാൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് വളരെ അതിനേക്കാൾ മൂവിയിൽ പ്രസന്റ് ചെയ്യുന്നതിനേക്കാൾ ഭീകരമായി ഇമാജിൻ ചെയ്തവരുണ്ട്. ആ ഇമാജിൻ ഒരു ഇമാജിനേഷൻ ഓരോരുത്തരുടെ കപ്പാസിറ്റിയാണ്. അതിനപ്പുറം ഒരു ഭാഗം, ഒരു 50% അത് ഓതറിന്റെ കയ്യിലാണ്. ദ ഓതർ സ്റ്റിമുലേറ്റ്സ് അസ്. നമ്മൾ ഇമാജിൻ ചെയ്യാനുള്ള ഇൻപുട്ട് തരുന്നത് ആ ഓതറാണ്. ഓക്കെ, സോ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിൽ കൂടുതൽ സെൻസറി ഡീറ്റെയിൽസ് കൊടുക്കുക. സെൻസറി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കാണാൻ എങ്ങനെയാണ്, അതിന്റെ തൊടാൻ അതിന്റെ ടെക്സ്ചർ എന്താണ്, അതിന്റെ സ്മെല്ല് എങ്ങനെയാണ് എന്നുള്ള സംഗതികൾ. സോ അതിന്റെ ഒരു ടെക്നിക്കിനെ പറയുന്നതാണ് ഷോ ഡോണ്ട് ടെൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ദ ഡ്രസ് ഷി വോർ ഫോർ ഹർ ബർത്ത്ഡേ വാസ് വെരി ബ്യൂട്ടിഫുൾ എന്നൊറ്റ സെന്റൻസിലും പറയാം. ദ ഡ്രസ് ഷി വോർ, അല്ലെങ്കിൽ ആ കുട്ടീനെ in the pink big gown she looked like a Barbie എന്ന് പറയാം. She looked beautiful in that gown എന്ന് പറയുന്നതും in that pink big bald gown she looked like a Barbie. എന്താണ് ബാർബി? എപ്പോഴും ബ്യൂട്ടി ക്യൂട്ട്നെസ്സിന് നമ്മൾ സിമിലി ആയിട്ടും അല്ലെങ്കിൽ കമ്പാരിസൺ ഫെമിലിയറൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാക്കല്ലേ. അപ്പൊ ഇത്തരത്തിൽ ഉള്ള സെൻസറി ഡീറ്റെയിൽസ് യൂസ് ചെയ്തുകൊണ്ട് അതിന് ആ ടെക്നിക്കിനെ പറയുന്നതാണ് ഷോ ഡോണ്ട് ടെൽ. ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് പറയാതെ, ഫോർ എക്സാമ്പിൾ ഷീസ് അഫ്രീഡ് അല്ലെങ്കിൽ ഷി വാസ് അഫ്രീഡ് എന്നതിന് പകരം എന്താ പറയാൻ പറ്റുക, her mouth went dry and she was trembling, her hands and legs were shaking. അത്രയും ഡീറ്റെയിൽസ് പറയുന്ന സമയത്ത് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ആ ഒരു കുട്ടി ടെൻസ്ഡ് ആയിരുന്നു. പക്ഷെ അവിടെ ഡയറക്റ്റ് നമ്മൾ ടെൻസ്ഡ് ആയിരുന്നു അല്ലെങ്കിൽ അഫ്രീഡ് ആയിരുന്നു എന്നുള്ള വേർഡ് യൂസ് ചെയ്തു ഇല്ല. സോ ദിസ് ടെക്നിക് ഇസ് ഷോ ഡോണ്ട് ടെൽ. ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിൽ ഏറ്റവും കൂടുതൽ റിലേ ആൾക്കാർ ചെയ്യുന്നതും റിലേ ചെയ്യാൻ പറ്റിയ ടെക്നിക്കും ഇത് തന്നെയാണ്. ഓൾസോ ദർ ആർ മെനി അതർ ടെക്നിക്സ്. ഓക്കെ, സോ ഹിയർ ആർ സ്മോൾ ആക്ടിവിറ്റീസ് ഗിവൻ. ഡിസ്ക്രൈബ് എ ബീച്ച് സീൻ വിത്ത് സെൻസറി ഡീറ്റെയിൽസ്. നിങ്ങൾ ഒരു ബീച്ചിലാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കാം. എന്നിട്ട് ഓരോരുത്തരുടെ നാട്ടിലെയും ബീച്ചിൽ ഡിഫറെന്റ് ആണ്. എന്റെ നാട്ടിലെ ബീച്ചിൽ എന്താണ് അധികം കാറ്റാടി മരങ്ങളും ചീനവലയുണ്ട്, കാറ്റാടി മരങ്ങളുണ്ട്. കാറ്റാടി മരത്തിന്റെ ഇംഗ്ലീഷ് എന്താണ് ആർക്കെങ്കിലും അറിയോ? എനിക്കറിയില്ല. കാറ്റാടി മരം. Okay, so you can describe a beach scene with sensory details. ഒന്നില്ലെങ്കിൽ നിങ്ങൾ പോയിട്ടുള്ള, നിങ്ങൾ കണ്ടിട്ടുള്ളത് വെച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്തായിരിക്കാം. Okay, so give importance to sight, sound and smell, and also use some metaphors and simile. Metaphors and simile എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റെന്തെങ്കിലുമായി താരതമ്യം ചെയ്ത് പറയുക. ഓക്കെ, നമ്മൾ അവൾ പൂമ്പാറ്റിയെ പോലെ പറക്കുന്നു എന്ന് പറയില്ലേ, പക്ഷെ അത് എന്താണ്? ആ കുട്ടി പറന്നിട്ടല്ലല്ലോ, അതിന്റെ ഒരു ബ്യൂട്ടി നമ്മൾ ഇത് ചെയ്യാൻ പറയുന്നതല്ലേ. സോ അത്തരത്തിലുള്ള മെറ്റഫേഴ്സ് ആൻഡ് സിമിലി യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, trees as tall as sky. In my beach there are trees which are tall as sky. പക്ഷെ ആകാശത്തിന്റെ അത്ര ഉയരം ഉണ്ടെന്നുള്ള ലിറ്ററൽ മീനിങ് അല്ല, പക്ഷെ എന്താണ് വളരെ ഉയരമുള്ളത് എന്ന് പറയാൻ. സോ യൂസ് സച്ച് elements in your descriptive writing. ഒരുപാട് വലുതാക്കണ്ട കേട്ടോ, എനിക്ക് ചെറിയ 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 ഡിസ്ക്രിപ്ഷൻസ് മതി. The ocean was a soothing lullaby, rocking the shore to sleep. Warm sand enveloped me like a gentle hug. Very good, Shahima. Very good usage. Okay. കുറച്ചും കൂടെ ഇതിലിപ്പോ ഒരുപാട് മെറ്റഫേഴ്സും സിമിലിയും വന്നു. മെറ്റഫേഴ്സിനെ സിമിലിയുടെയും കൂടെ ബീച്ച് സീൻ, അതായത് എന്താ ബീച്ചിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു, ബീച്ചിന്റെ ശരിക്കുമുള്ള സംഗതികളും കൂടെ ഇത് ചെയ്യാട്ടോ. ഫുൾ കംപ്ലീറ്റ് മെറ്റഫേഴ്സ് സിമിലി ആകുന്ന സമയത്ത് നമുക്ക് വായിച്ചത് മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് വാട്ട് യു ഹവ് ഗിവൻ ഇസ് അപ്രീഷിയേറ്റഡ്.
Okay, so simple elements കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. ബീച്ചിൽ പോയി ഇറ്റ് വാസ് വെരി ക്രൗഡ്, ദ ബീച്ച് വാസ് വെരി ക്രൗഡഡ്, അല്ലെങ്കിൽ അങ്ങനത്തെ എലമെന്റ്സും കൂടെ ആഡ് ചെയ്യാം കേട്ടോ, നോ പ്രോബ്ലം. ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ഇറ്റ് ഇസ് a well structured sentence. The ocean was a soothing lullaby, rocking the shore to sleep. Warm sand enveloped me like a gentle hug. Wow, our last sentence is ഭയങ്കര ഇഷ്ടമായി. Warm sand enveloped me like a gentle hug. What a sentence. Very good. The wind whispered secrets. A gentle hum. Very good, Sajna. The sand is the most gentle hue of gold, almost earthen and muted, the humble star of the sea. Very good, Jebin. Sana. Golden sand which stretched like a warm, soft blanket beneath my feet and waves whispering secrets to the shore. Wow, Sana. Very good. The road accident yesterday I seen was very heartbreaking one. Ayo, Baiju, namalde topic beach scene with sensory details aane. Waves crashed, drumming a soothing beat. Very good, Sajna. My daughter was shining like a star on the stage. അയ്യോ, നമ്മുടെ എന്ത് പറ്റി ഞാൻ പറഞ്ഞത് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നോ? നമ്മളുടെ ടോപ്പിക് ഇസ് ഡിസ്ക്രൈബ് എ ബീച്ച് സീൻ വിത്ത് സെൻസറി ഡീറ്റെയിൽസ്. The golden sand stretched like a blanket under the sky, where a child giggled joyfully as she and her mom sculpted a majestic sand castle. The sound of waves crashing against the shore created a soothing symphony. As families raced towards the water, their laughter blended with the cheerful cries of the words. Wow. A poem വായിച്ച feel. It feels like a poem. Very good, Amina. Too good. Today I'm on the beach. Children are playing with each other. Little girls are making sand castles. Some families are having a picnic. Some are taking a horse ride. Everyone is enjoying themselves. Very good, Anjila. ഇതിലിവിടെ സിമിലീസും മെറ്റഫോഴ്സും ഒന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ എന്താണ് കൂടുതൽ സെൻസറി ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, അഞ്ജിത. The beach was a vast expanse of golden sand. Okay, അധികം ആൾക്കാരും വാം ബ്ലാങ്കറ്റ്സ് അല്ലെങ്കിൽ ഗോൾഡൻ ഇതാണ് ഈ ഒരു ബീച്ചിന് കൂടുതൽ കൊടുത്തിരിക്കുന്ന ഒരു സിമിലി. A little crab hid into his hole by fearing the outer world. I just sat in the sand tomb and wondered. Okay, ഇതോടുകൂടെ നിങ്ങൾ സെന്റൻസുകൾ അയക്കുന്നത് നിർത്തിക്കോളൂ കേട്ടോ. We'll move on to next topic. I just sat in the sand tomb and wondered just like the little creature. The waves kissed. ഇവിടെ ദിനു അല്ല, എല്ലാവരും ഇവിടെ എത്ര പേരുണ്ട്? 75 ആൾക്കാരുണ്ട്, എക്സ്ക്ലൂഡിങ് 74 പേരുണ്ടാവും. 74 പേരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു റിട്ടൺ പീസ് എഴുതുന്ന സമയത്ത് ടെൻസിൽ കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഇവിടെ നോക്കിയേ, I just sat in the sand tomb, on the sand tomb. Sat in the sand അല്ല, on the sand. On the sand tomb and wondered just like the little creature. അവിടെ വരെ ഓക്കെ. The waves kisses. അവിടെ എന്തായി? പിന്നെ പ്രസന്റ് ആയി. അത്രയും നേരം പാസ്റ്റ് പറഞ്ഞ പിന്നെ പെട്ടെന്ന് പ്രസന്റ് ആയി. സോ അങ്ങനെ ആവരുത്. ഒന്നില്ലെങ്കിൽ ഫുള്ള് ഇത് ചെയ്യാ, ഫുള്ള് പ്രസന്റിൽ പറയാ, അല്ലെങ്കിൽ അത് ഫുള്ള് പാസ്റ്റിലാക്കുക. ഓക്കെ, ടെൻസ് കൺസിസ്റ്റന്റ് ആയിരിക്കണം. Kisses my feet, kissed my feet continuously like a lustful lover. The clear sky lied over me as a blue carpet. അപ്പൊ കിസ്സസ് മാറ്റി കിസ്ഡ് ആക്കിയാൽ ഓക്കെ ആണ്. Okay. Thank you, ma'am. After joining EP, I've started writing poems. Very good, Amina. ഒരു ദിവസം ഇവിടെ പോംസ് എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് നിങ്ങളുടെ പോംസ് റെഡിയാക്കി വെക്കും കേട്ടോ. ഒരു 10 minutes നമുക്കത് പ്രസന്റ് ചെയ്യാം. ബിക്കോസ് നിങ്ങളുടെ സ്കില്ല് ഷോക്കേസ് ചെയ്യാനുള്ള പ്ലേസ് ആണിത്. ആൻഡ് ഐ റിക്വസ്റ്റ് യു ഓൾ ആൻഡ് ഐ സജസ്റ്റ് യു ഓൾ ടു ഗെറ്റ് കണക്റ്റഡ് ടു സം പബ്ലിഷേഴ്സ്. അതായത് നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ എഴുതിയ 2-3 ഫോം ഒരു ബുക്ക് ആക്കാൻ ഉണ്ടാവില്ല, പക്ഷെ അവർ കളക്ഷൻസ് ഓഫ് ഫോം ഒക്കെ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സോ പ്ലീസ് ഡു കണക്ട് വിത്ത് ദം. ഓക്കെ, ചിലത് പെയ്ഡ് ആയിരിക്കും, ചിലത് പെയ്ഡ് അല്ലാണ്ട് ഉണ്ടായി. ബിക്കോസ് നിങ്ങളുടെ ഈ സ്കില്ലൊന്നും ഈ ഒരു ചാറ്റ് ബോക്സിൽ മാത്രം ഒതുങ്ങി പോരുത്. ഐ ഫീൽ സാഡ് ഫോർ ഇറ്റ്. സോ പ്ലീസ്, നിങ്ങൾ അങ്ങനെ, എനിക്ക് അങ്ങനെ ആരും പരിചയമില്ല, ഓർ എൽസ് ഐ വുഡ് ഹാവ് സജസ്റ്റഡ്. കാരണം ഞാൻ എഴുത്തില് വളരെ മോശമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഐ മീൻ ഐ എം സോ മച്ച് ഹാപ്പി when you people write such well structured and അടിപൊളി sentence. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീക്ക് ആരെങ്കിലൊക്കെ പോംസ് ആയിട്ട്, ഐ മീൻ നിങ്ങൾ എല്ലാ എഴുതിയിട്ടുള്ളവർ പോംസ് ആയിട്ട് വായോ. ഐ നോ അമീന ഹാസ് സം പോംസ് വിത്ത് ഹർ, സോ അമീന വിൽ ബി പ്രസന്റിങ് വൺ ഓഫ് ഇറ്റ്. ആൻഡ് ഓൾസോ ഓൾ ഓഫ് യു ക്യാൻ ബ്രിങ് ഇറ്റ്. നിങ്ങൾ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അതെ എല്ലാവരും നമ്മൾ ഒരു സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്യില്ല. ഓരോ സെഷനിൽ 2 പേര് വെച്ച് പോം പ്രസന്റേഷനോ സ്റ്റോറി പ്രസന്റേഷനോ ഒക്കെ ആയിട്ട് നമുക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്യാം. Okay, ഇനി സെന്റൻസുകൾ അയക്കുന്നത് നിർത്തിക്കോളൂ. We need to move on to next topic. It's salty air and sound of wave. Mashura, the sentence is incomplete. It was drizzling.
and the sun has been covered by drizzling ആണ് ഒരു ആറ് missing ഉണ്ട്. And the sun has been covered by cloud like soft cotton and waves were dancing. Okay, good. My feet touched the warm and windly seashore. Windly parayo, windy alle, windy seashore. Until I woke up and realized it was a dream. Okay, good. The sun rises like a bird born from inside the egg. The waves hitting the rock and it makes a smooth noise. Okay. സ്മൂത്ത് നോയ്സ് എന്ന് പറയില്ല. നോയ്സ് എന്ന വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ നെഗറ്റീവ് ആണ്, സൗണ്ടിന്റെ ഒരു നെഗറ്റീവ്. ഡോണ്ട് മേക്ക് നോയ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഒച്ച ഉണ്ടാക്കില്ലേ, അതിനെയാണ് നോയ്സ് എന്ന് പറയാം. അപ്പൊ സ്മൂത്ത് നോയ്സ് എന്നത് കോൺട്രാഡിക്ടറി ആണ്. നോയ്സ് എന്ന് പറയുന്നതിന് ബഹളം വെക്കുന്നതിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുക. ഓക്കെ, സോ സ്മൂത്ത് സൗണ്ട് എന്നോ സ്മൂത്ത് വോയിസ് എന്നോ യൂസ് ചെയ്യാം. ഓക്കെ, സ്മൂത്ത് നോയ്സ് കോറന്റ് ആയിട്ട് പോവില്ല. The salty ocean air fills my lungs. Soothing melody of waves crashing against the shore creates a constant rhythm in my ear. The cool ocean water tickle my skin as the waves wash over my feet. Wow, very good, Shifana. വായിക്കാൻ നല്ല ഒരു ഫ്ലോ ഉണ്ട്. വെരി ഗുഡ് വൺ. ഇതും ഒരു പോം ഫീൽ ഉണ്ട്. The sunset view at the beach is looking very marvelous. Okay, ഇതൊരു സാധാ നോർമൽ സെറ്റ്. Okay. Sitting in a beach all alone in an early morning is a meditative experience. The gushing waves gave a sonorous effect to your ears, and enveloping of cool breeze ease your mind. Okay, Leah, good. ഇവിടെയും സെന്റൻസ് കൺസിസ്റ്റൻസി, ടെൻസ് കൺസിസ്റ്റൻസിയിൽ ഒന്ന് നോക്കാനുണ്ട്. The gushing of waves gave a sonorous effect to your ears, and enveloping, അവിടെ gave കൊടുത്താൽ breeze eased your mind ആക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഈസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഗിവ് ആക്കണം. ഓക്കെ, ടെൻസ് കൺസിസ്റ്റൻസി ഇസ് ഇമ്പോർട്ടന്റ്. Please stop sending sentences. Waves were liquid silver flowing effortlessly to the shore. Okay, very good. Okay, very happy with all your descriptive sentences. You've all incorporated advanced metaphors and similes. Very good. നമ്മുടെ ലെസണിലൊന്നും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. So I'm happy that you people are working at your end. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വർക്ക് ചെയ്യുന്നതിൽ I'm so happy. Okay, next, this is a final topic. പക്ഷേ this is most important topic. നമ്മളൊരു സംഗതി ഒരുപാട് എഫേർട്ട് ഇട്ട് എഴുതി, പക്ഷേ അതിൽ കുറെ മിസ്റ്റേക്സ് ആയിട്ട് ഒരാളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് it is not going to be worth our hard work. Okay, ഒരാൾ നോക്കി ഇത് ഫുള്ള് തെറ്റാണല്ലോ എന്ന് പറഞ്ഞ് അതിന്റെ ഡീവാല്യൂ ചെയ്യും. നമ്മളുടെ ഒരുപാട് സമയത്ത് ഹാർഡ് വർക്ക് ആയിരിക്കും ആ ഒരു റിട്ടൺ പീസ് എന്ന് പറയുന്നത്. സോ എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും നിങ്ങൾ ഒരു റിട്ടൺ പീസ് എഴുതുന്നത്, ഇറ്റ് ക്യാൻ ബി എ പോം, ഇറ്റ് ക്യാൻ ബി an article, it can be an essay, whatever it may be, ആദ്യം നിങ്ങൾ സെൽഫ് പ്രൂഫ് റീഡ് ചെയ്യുക. എന്നിട്ട് എപ്പോഴും ഇറ്റ് ഇസ് എ വെരി ഗുഡ് തിങ് ടു ഗിവ് ഇറ്റ് ടു എ തേർഡ് പേഴ്സൺ, മറ്റൊരാൾക്കും കൂടെ പ്രൂഫ് റീഡ് ചെയ്യാൻ കൊടുക്കുക. ഓക്കെ, മേ ബി നമ്മൾക്ക് അറിയാത്ത എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് അതിലുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും പ്രൂഫ് റീഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് ശരിയാണെന്നല്ലേ തോന്നുള്ളൂ. സോ നമ്മൾ എഡിറ്റ് ചെയ്ത് പ്രൂഫ് റീഡ് ചെയ്ത് പക്ക ആണ് എന്ന് തോന്നിയതിനു ശേഷം നമ്മളെക്കാൾ എഫിഷ്യന്റ് ആയ ഒരാൾക്ക് കൂടെ അത് പ്രൂഫ് റീഡ് ചെയ്യാൻ കൊടുക്കുക. ഇന്നിപ്പോ നമുക്ക് ChatGPT പോലത്തെ ഫെസിലിറ്റീസിലൊക്കെ ഇട്ട് ഓൾമോസ്റ്റ് ഒരു 95 to 98% ഒക്കെ അത് പ്രൂഫ് റീഡ് ചെയ്ത് കിട്ടും. ബട്ട് സ്റ്റിൽ യാ, സോ രണ്ട് രീതിയിലാണ് പ്രൂഫ് റീഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഷുഡ് ബി ഫോർ ബിഗ് തിങ്സ്. അതായത് ആദ്യം പ്രൂഫ് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്ലാരിറ്റി, സ്ട്രക്ചർ ആൻഡ് ഫ്ലോ. അതായത് സെന്റൻസുകൾക്ക് ക്ലാരിറ്റി ഉണ്ടോ, സെന്റൻസുകൾ റീസ്ട്രക്ചർ ചെയ്യേണ്ടതുണ്ടോ, സെന്റൻസിന്റെ ഓർഡേഴ്സ് മാറ്റേണ്ടതുണ്ടോ, പാരഗ്രാഫ് സ്ട്രക്ചറിങ് കറക്റ്റ് ആണോ, ഫ്ലോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് പ്രൂഫ് റീഡിംഗിൽ ശ്രദ്ധിക്കേണ്ടത്. സെക്കൻഡ് വൺ ഫോർ മൈന്യൂട്ട് ഡീറ്റെയിൽസ്, ഈസും വാസും തെറ്റിപ്പോയിട്ടുണ്ടോ, ടെൻസ് കണ്ടിന്യൂറ്റി ഉണ്ടോ, സ്പെല്ലിംഗ് എറേഴ്സ് ഉണ്ടോ, ഫുൾ സ്റ്റോപ്പ് ആൻഡ് കോമ, അപ്പോസ്ട്രോഫീസ്, ഇതെല്ലാമാണ് സെക്കൻഡ് ലെവലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ എപ്പോഴും പ്രൂഫ് റീഡിംഗ് ആൻഡ് എഡിറ്റിംഗ് ത്രൈസ് വായിക്കണം എന്നാണ് പറയാ. ഓക്കെ, കോമൺ എറേഴ്സ് റൈറ്റിംഗിൽ വരാൻ സാധ്യത ഉള്ളത്, വൺ ഇസ് ഓവർ യൂസ് ഓഫ് ജനറൽ ടേംസ് ഇൻ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്. നമ്മളിപ്പോ പറഞ്ഞു എന്താ ടൈം മാനേജ്മെന്റ് ഇസ് ഇമ്പോർട്ടന്റ്. അതൊക്കെ എന്താണ് ഒരുപാട് കൊല്ലങ്ങളായിട്ട് നമ്മൾ കേട്ട് മടുത്ത സംഗതികളാണ്. സോ ഇത്തരത്തിലുള്ള വളരെ ജനറൽ ആയ കാര്യങ്ങളുടെ ഉപയോഗം കുറക്കുക. ഓക്കെ, മേക്ക് our written piece more attractive. Next is lack of topic sentences in essay. പലരും കൂടുതൽ എന്താ പറയാ ഇംപ്രസീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെറ്റഫേഴ്സ്, ഒരുപാട് സിമിലീസ്, ഒരുപാട് ഡാറ്റ കൊടുക്കും. പക്ഷെ അപ്പോഴും ടോപ്പിക് സെന്റൻസസ്,
നമ്മൾ ഒരുപാട് ഡാറ്റ കൊടുക്കുന്നതിന്റെ ഒപ്പം എന്തിനാണ് ഈ ഡാറ്റ പ്രസന്റ് ചെയ്യുന്നത് എന്ന് പറയാൻ മറക്കരുത്. സോ സ്റ്റിക്ക് ടു ദ ടോപ്പിക്. നമ്മൾ ടോപ്പിക്കിന് ചെറിയ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്ത് പോയാലും കുഴപ്പമില്ല. ഇപ്പൊ എയർ പൊല്യൂഷനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് 1-2 പ്രാവശ്യം മറ്റു പൊല്യൂഷൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ എന്താ പറയാ, ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായി പോരുത്. തെങ്ങിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് തെങ്ങിൽ കെട്ടിയ പശുവിനെ കുറിച്ചായി പോകരുത് എന്നതാണ്. ഓക്കെ. And finally, grammatical issues like tense inconsistencies. This is to be very careful. Okay. നമ്മൾ തന്നെ അറിയാണ്ട് നമ്മൾ ഫ്ലോയിൽ മാറി പോകുന്നതാണ്. അപ്പൊ നമ്മൾ റോ ഫോം എഴുതുന്ന സമയത്ത് കുഴപ്പമില്ല. പക്ഷെ പ്രൂഫ് റീഡ് ചെയ്യുന്ന സമയത്ത് ടെൻസ് കൺസിസ്റ്റന്റ് ആണോ, സ്റ്റാർട്ടിങ് ടു എൻഡ് ഒരേ ടെൻസ് ആയിരിക്കണം. അത് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ കഥ എഴുതുമ്പോഴാവട്ടെ, ആർട്ടിക്കിൾ എഴുതുന്ന ടൈമിലാവട്ടെ, എന്ത് എഴുതുന്ന ടൈമിലും ആവട്ടെ. സോ ദിസ് ഇസ് ഇറ്റ് ആൻഡ് വിൽ ബി മൂവിങ് ഓൺ ടു അവർ ഫൈനൽ ടാസ്ക്. ഇവിടെ ഒരു ഗിവൻ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ദർ ആർ ഫ്യൂ എറേഴ്സ്, വലിയ വലിയ എറേഴ്സ് ഒന്നുമില്ല, വളരെ ചെറിയ എറേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് നിങ്ങൾ ജസ്റ്റ് എറേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ മതി. ഇപ്പോ എറർ ഉള്ള വേർഡിന്റെ പ്രീവിയസ് വേർഡ്, എന്നിട്ടുള്ള എറർ വേർഡ്, അതിന്റെ നെക്സ്റ്റ് വേർഡ്. ഓക്കെ, ആ ഒരു ഫോർമാറ്റിൽ അയച്ചു കഴിഞ്ഞാൽ ഐ കൻ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ ഏതാ പറയുന്നതെന്ന്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചത്. ഇപ്പോ എഡ്യൂക്കേഷൻ ഹാവ് ഓൾവേസ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് എഡ്യൂക്കേഷൻ ഹാസ് ഓൾവേസ് ആണ്. അപ്പൊ നിങ്ങൾ എഡ്യൂക്കേഷൻ ഹാസ് ഓൾവേസ്, നിങ്ങൾ വെറുതെ ഹാസ് അയച്ചിട്ട് കാര്യമില്ല, എനിക്ക് മനസ്സിലാവില്ല എന്താണ്. അപ്പോ എഡ്യൂക്കേഷൻ അതും വേണം, ഹാസ് ഓൾവേസ്. നടുക്ക് വരുന്ന വേർഡിനെയാണ് ഞാൻ എറർ നിങ്ങൾ കറക്റ്റ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ യു ഷുഡ് റൈറ്റ് ദ പ്രീവിയസ് വേർഡ്, എറർ വേർഡ് ആൻഡ് ദെൻ ഓൾസോ ദ നെക്സ്റ്റ് വേർഡ്. ആ ഒരു ഫോർമാറ്റിൽ വേണം എനിക്കിവിടെ ആൻസേഴ്സ് കിട്ടാൻ. എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ വെറുതെ ഹാസ്, കോമയില്ല, കുത്തില്ല എന്നൊക്കെ പറഞ്ഞത് എവിടെയാന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും. ഓക്കെ, എഡ്യൂക്കേഷൻ ഹാസ് ഓൾവേസ്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇതിൽ സ്പെല്ലിംഗ് എറേഴ്സ് ഉണ്ട്, പങ്ക്ച്വേഷൻ എറേഴ്സ് ഉണ്ട്. വെരി ഗുഡ് മിഥിലാജ്. എഡ്യൂക്കേഷൻ ഹാസ് ഓൾവേസ് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഓക്കെ, ഗുഡ് വൺ. ഇവിടെ ദെൻ എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ വായിച്ചു പോകുന്ന സമയത്ത് അത് നോട്ടീസ് ചെയ്യാൻ ഇത്തിരി പാടാണ്. വെരി ഗുഡ്. പോപ്പുലർ ദാൻ ടെക്സ്റ്റ് ബുക്സ്. വെരി ഗുഡ് അമീന. സ്റ്റുഡൻസ് റിലൈ ഓൺ ആണ്, റിലൈസിന്റെ ആവശ്യമില്ല. സ്റ്റുഡൻസ് റിലൈ ഓൺ. വെരി ഗുഡ്, വെരി ഗുഡ് ദിനു ആൻഡ് അമീന ഒരുമിച്ചായിരുന്നു. സ്റ്റുഡൻസ് റിലൈസ്, അവിടെ എനിക്ക് കറക്റ്റ് ചെയ്ത് കിട്ടിയില്ല. ദിനു കറക്റ്റഡ് വൺസ് ആണ് എനിക്ക് അയക്കേണ്ടത്. എ ലോട്ട്. വെരി ഗുഡ് പ്രവീണ. ഒരു ചെറിയ സ്പെല്ലിംഗ് എറർ ഉണ്ട്. എ ലോട്ട് എന്ന് നമ്മൾ ഒരുമിച്ച് എഴുതില്ല. എ ഡിഫറെന്റ് ആയിട്ടും ലോട്ട് ഡിഫറെന്റ് ആയിട്ടും വേണം എഴുതാൻ. എവ്രി വൺ. യെസ്, വെരി ഗുഡ് മിഥിലാജ്. എവ്രി വൺ ക്യാൻ ബെനിഫിറ്റ്. ഓക്കെ, യെസ്, വെരി ഗുഡ്. എവ്രി വൺ ക്യാൻ ബെനിഫിറ്റ്സ് വേണ്ട, എവ്രി വൺ ക്യാൻ ബെനിഫിറ്റ്. യെസ്, ഓൾറെഡി ഡിസ്കസ് ചെയ്തത് വീണ്ടും വീണ്ടും നിങ്ങൾ അയക്കണ്ട. പോപ്പുലർ ദാൻ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു. വെരി ഗുഡ്. ഒരു മിസ്റ്റേക്കും കൂടെ നിങ്ങൾ കണ്ടെത്താനുണ്ടല്ലോ. ഒന്നല്ല, 1-2 കൂടെ ഉണ്ട്. ഓൺലൈൻ റിസോഴ്സസ് ഹാസ് അല്ല, ഓൺലൈൻ റിസോഴ്സസ് ഹാവ് തന്നെയാണ്. റിസോഴ്സസ് പ്ലൂറൽ അല്ലേ, പ്ലൂറലിന്റെ കൂടെ ഹാവ് ആണ് വരിക. റിസോഴ്സസ് ഹാവ് ബിക്കം എന്ന് തന്നെയാണ് കേട്ടോ, അത് ഹാസ് ആവില്ല. നോ, നോട്ട് എവറി സ്റ്റുഡന്റിലെ എൻ ക്യാപിറ്റൽ ആക്കണ്ട, കാരണം കോമയ്ക്ക് ശേഷമല്ലേ. സോ ദാറ്റ്സ് ഓക്കെ പ്രവീൺ, അത് എറർ അല്ല കേട്ടോ. നോട്ട് എവറി സ്റ്റുഡന്റ്. യെസ് പ്രവീണ. ഓക്കെ, സ്റ്റുഡന്റ്. യെസ്, നോട്ട് എവറി സ്റ്റുഡൻസ് വേണ്ട, നോട്ട് എവറി സ്റ്റുഡന്റ് മതി. Okay, it's both correct. Not every students have equal access. Avada have ആണ്, so that is also correct. Not every student has. Okay, അത് error ആയിട്ട് കൂട്ടണ്ട. It's important. Yes, Amina and Sandra. Yes, correct ആണ്. It's ന് അവിടെ I capital ആവണം, also apostrophe വേണം. Yes, can benefit from already നേരത്തെ മിഥിലാജ് പറഞ്ഞു. Yes. So I think almost every errors have been covered. Okay. Become much popular word mentor.
നോ മോർ പോപ്പുലർ ഇസ് ഓൾസോ ഫൈൻ. അത് എറർ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാം, പക്ഷെ ഐ തിങ്ക് മോർ ഇസ് ഗുഡ്. മച്ച് ഒക്കെ നമ്മൾ സംസാരിക്കും, ഇറ്റ് ഇസ് മച്ച് ബെറ്റർ ദാൻ എന്നൊക്കെ നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ ഐ തിങ്ക് മച്ച് ആയിരിക്കും. ഇറ്റ് ഇസ് മച്ച് ബെറ്റർ ദാൻ പറയുമ്പോൾ അതിനാണ് കൂടുതൽ ഇത്. പക്ഷെ എഴുതുമ്പോൾ ഐ തിങ്ക് ഇറ്റ് ഇസ് മോർ ബെറ്റർ. ഒരു ഫോർമൽ ടേമിൽ ഐ തിങ്ക് മോർ ആയിരിക്കും നല്ലത്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഐ എം സോ ഹാപ്പി. every errors have been noted. Okay, so that was a group effort. Everyone clap for yourself. ആ ഒരു ഗ്രൂപ്പ് എഫേർട്ടിലൂടെ എല്ലാവരും എല്ലാം കണ്ടുപിടിച്ചില്ലെങ്കിലും എല്ലാവരും കൂടെ എല്ലാം കണ്ടുപിടിച്ചു. ഗുഡ് തിങ്. ഓക്കെ, സോ എനി ഡൗട്ട്സ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓൾസോ ഐ വാണ്ട് വൺ പേഴ്സൺ ടു കം അപ്പ് ആൻഡ് സ്പീക്ക് ഓൺ വാട്ട് ഡിഡ് യു ഫൈൻഡ് ചാലഞ്ചിങ് ഇൻ ക്രാഫ്റ്റിംഗ് യുവർ പെർസ്യൂസീവ് ആർഗ്യുമെന്റ്സ് ഓർ എഡിറ്റിംഗ് യുവർ വർക്ക്. അതായത് ഈ വീക്കില് നിങ്ങൾ എന്ത് പഠിച്ചു എന്നല്ല, എന്ത് പഠിക്കുന്നതിൽ അല്ലെങ്കിൽ ഏത് ആക്ടിവിറ്റി ചെയ്യുന്നതിലായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് ഈ ഒരു റൈറ്റിംഗ് സ്കിൽ പാർട്ടിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ ഫേസ് ചെയ്തത് എന്താണ് എന്നുള്ളത് എല്ലാവരും ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്തോളൂ. ബട്ട് ഐ നീഡ് വൺ സിംഗിൾ പേഴ്സൺ. ആരെങ്കിലും ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ആൻഡ് ഇറ്റ് വിൽ ബി അപ്രിഷിയേറ്റഡ് ഇഫ് യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലേ പറയാൻ പാടുള്ളൂ എന്ന് ഞാൻ നിർബന്ധം പറയണില്ല, ബട്ട് ഇറ്റ് വിൽ ബി അപ്രിഷിയേറ്റഡ്. ഓൾസോ സംസാരിക്കാൻ താല്പര്യമില്ലാത്തവർ എന്നോട് ഒന്ന് അറിയിച്ചോളൂ കേട്ടോ. എനിക്ക് ശരിക്കും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു റൈറ്റിംഗ് സ്കില്ലിൽ നിങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിച്ച ഒരു ഫാക്ടർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓൾസോ ഈ ഒരു വീക്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ഈ ഒരു ഇതിൽ തന്നെ നിങ്ങൾ ചോദിച്ചോളൂ. ഓക്കെ, താങ്ക് യു. ഐ എം ഓഡിബിൾ. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ആരെങ്കിലും സ്പീക്ക് ചെയ്യാൻ? എനിവൺ? Okay, persuasive is a new thing for me personally. Okay, ഇവിടെ persuasive arguments എന്ന് അങ്ങനെ അതിലായിരുന്നോ? persuasive arguments ക്രിയേറ്റ് ചെയ്യാനായിരുന്നോ മിഥിലാജിന് ബുദ്ധിമുട്ട്? ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? എന്ത് ഫാക്ടർ ആണ്? ചിലർക്ക് വേർഡ്സ് കിട്ടാൻ, എഴുതാനുള്ള കുറെ കണ്ടന്റ് മലയാളത്തിൽ, നമ്മൾ മലയാളികൾ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചിന്തിക്കാൻ കപ്പാസിറ്റി കൂടുതൽ മലയാളത്തിലായിരിക്കും. സ്ട്രക്ചറിംഗിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ ഫൈൻ, വിൽ മേക്ക് ഇറ്റ് അപ്പ്, നോ വറീസ്. ഓക്കെ, descriptive writing was a great challenge to me. Okay, Shahima, but your descriptive writing was too good. Okay, that shows that you've worked on it. Good Shahima. What about others? ബാക്കി എല്ലാവർക്കും എല്ലാം സ്മൂത്ത് ആയിരുന്നോ? Okay, I'm happy for that. രണ്ട് ഓപ്ഷനാണ് ഇവിടെ ചാൻസ്. ഒന്നല്ലെങ്കിൽ ബാക്കിയുള്ളവരൊന്നും റൈറ്റിംഗ് ടാസ്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കെല്ലാം സ്മൂത്ത് ആയിരുന്നു. രണ്ട് ചാൻസ് ആണ് ഇവിടെ ഉള്ളത്. Okay, anyway, thank you. I think ഈ വീക്കിൽ ആർക്കും ഡൗട്ട്സ് ഇല്ല എന്ന് തോന്നുന്നു. I didn't get any questions. So next week we'll be looking more into, ഈ വീക്ക് നമ്മൾ ഫോക്കസ് ചെയ്തത് റൈറ്റിംഗിലായിരുന്നു. നെക്സ്റ്റ് വീക്ക് we'll be focusing more on advanced listening skill and speaking skills for professional and academic context. Professional and academic context എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഫോർമൽ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. So Amina, persuasive writing to be challenging, especially when trying to balance emotion and logic to persuade. Very good, very good. Yeah. നമ്മൾ ഇമോഷണലി കറക്റ്റ് ആവുന്ന കാര്യം മേ ബി ലോജിക്കലി കറക്റ്റ് ആവണമെന്നില്ല. പോയിന്റ്. ഈവൻ ഐ യൂസ് ടു ഫേസ് ദ സെയിം സംടൈംസ്. ശരിയാണ്. I can feel you. Should we write about advantages and disadvantages about a topic in essay? General topic ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഒരു കാര്യത്തിന്റെ ഒരു ഓവറോൾ, ഇപ്പോ ഫോർ എക്സാമ്പിൾ AI ഇന്നിപ്പോ എല്ലാവരിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. സോ AI കുറിച്ച് ആൾക്കാരെ കൂടുതൽ അവെയർ ആക്കാൻ വേണ്ടി AI കുറിച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് യെസ് യു ക്യാൻ ഇൻക്ലൂഡ് എന്താണ് AI, ഓൾസോ ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. പക്ഷെ നിങ്ങളുടെ ടോപ്പിക് എന്താണ്? അഡ്വാൻറ്റേജസ് ഓഫ് AI ആണ് നിങ്ങളുടെ ടോപ്പിക് എങ്കിൽ അവിടെ ഡിസ്അഡ്വാൻറ്റേജസ് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങളുടെ ടോപ്പിക് എന്താണോ അതനുസരിച്ചിരിക്കും. ഇഫ് ഇറ്റ്സ് an overall idea about AI, നിങ്ങൾക്ക് രണ്ടും ഇൻക്ലൂഡ് ചെയ്യാം. അതല്ല ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് മാത്രമാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രം. ഓക്കെ, is D52 available in the app? Yes, available ആയിരിക്കുമല്ലോ. D52ന്റെ PDF അവൈലബിൾ ആയിരിക്കും, ബട്ട് ഐ തിങ്ക് ഓഡിയോ ക്ലിപ്പ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. I'll look into it. Okay, anything else to be discussed? Next week we'll be looking into debates and discussion, delivering speeches and presentations, and accent training.
നമ്മുടെ ആക്സെന്റിൽ വരുന്ന ചെറിയ നുവാൻസസ്, അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടൻ ഇംഗ്ലീഷ്, അതിലൊക്കെ വരുന്ന വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. സോ ഷാൽ വി കോൾ ഇറ്റ് എ ഡേ? എനിത്തിങ് എൽസ് ടു ബി ഡിസ്കസ്ഡ്? ഓക്കെ. അമീന, ഡേ 54 വരെയുള്ളത് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, അതായത് നമുക്കിവിടെ ചെറിയൊരു ഇത് വന്നു, അതായത് വീക്ക്ലി സെഷൻ ഫ്രൈഡേക്ക് പകരം മൺഡേ ആയപ്പോ ഒരു ഇത് വന്നു. പക്ഷെ എന്നാലും ഡേ 54 വരെയുള്ളത് ആപ്പിൽ അപ്ഡേറ്റഡ് ആയിരിക്കും. ഓക്കെ, Jan 24 BA ഇംഗ്ലീഷ്. ഓക്കെ ഓക്കെ ഓക്കെ. സോ ടാസ്കിന്റെ ഓഡിയോ ആർക്കും കിട്ടിയിട്ടില്ല, എന്റെ ഓഡിയോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നോട്ടഡ്. Jan 24 ഇംഗ്ലീഷ് ബാച്ചിന്റെ ഇതില് ഡേ 52ന്റെ ടാസ്കും അപ്ലോഡ് ആയിട്ടില്ല അല്ലെ? ഓക്കെ, താങ്ക് യു ഫോർ ഇൻഫോർമിംഗ്. Okay, so with that we'll be concluding, and so keep practicing these writing to solidify the skills learned this week. നമ്മൾ ഈ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് സംഗതികളും മാം നോട്ട്സ് ഒക്കെ എങ്ങനെയാണ്? നമുക്ക് ഇതിന്റെ നോട്ട്സ് ഇല്ല. നിങ്ങൾക്ക് ആ ഒരു PDF പ്രൊവൈഡ് ചെയ്യുന്നതിൽ തന്നെ ലെസൺ ഇല്ലേ? അത് തന്നെയാണ് നോട്ട്സ്, അതിൽ തന്നെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ഇനി വേറെ നോട്ട്സ് ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട്സ് എഴുതാം കേട്ടോ. ഓക്കെ, യാ. സോ കീപ് പ്രാക്ടീസിങ് റൈറ്റിംഗ്, ആൻഡ് ഓൾസോ നിങ്ങൾ എന്ത് എഴുതുന്ന സമയത്തും, ഫോർമൽ ആവട്ടെ ഇൻഫോർമൽ ആവട്ടെ, നിങ്ങൾ എന്ത് എഴുതുന്ന സമയത്തും make sure you do editing and proofreading. Okay, that will improve your writing. So just winding up with a word of Helen Keller, that is, optimism is the faith that leads to achievement. Nothing can be done without hope and confidence. Okay, so keep the optimism with you, keep learning, stay curious, and thank you all for attending this session. It was a great session with all your involvement. Okay, please share your number if you don't mind. അതായത് എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷേ എന്താ പറയാ, നിങ്ങൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു റെസ്പോണ്ട് ഇറ്റ്. ഓക്കെ, ഇപ്പൊ നമുക്ക് EP സെഷൻസിൽ മാറിയും പറഞ്ഞു 150 പീപ്പിൾ പെർ സെഷൻ വരാറില്ലേ? അപ്പോ എന്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വിൽ നോട്ട് ബി ഫീസിബിൾ. ഓക്കെ, ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. എനിക്ക് അങ്ങനെ പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മെസ്സേജ് അറ്റൻഡ് ചെയ്യല് പോസിബിൾ ആവില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. സി യു ഓൾ നെക്സ്റ്റ് വീക്ക്. ആൻഡ് ജെന്റിൽ റിമൈൻഡർ, വീക്ക്ലി ക്വിസ് അറ്റൻഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, സി യു ഓൾ നെക്സ്റ്റ് വീക്ക്. ടേക്ക് കെയർ.